ഓക്കെ. എല്ലാവർക്കും കേൾക്കാനില്ലേ? കേൾക്കാം. ഓക്കെ. അപ്പം നാളെ മുതൽ നമ്മൾ അത് യൂട്യൂബ് ലൈവിലേക്ക് ലൈവ് സ്ട്രീം ചെയ്യാനാണ് പ്ലാൻ. അപ്പം അതിൻ്റെ ലിങ്കുകൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി അത് സ്റ്റോർ ചെയ്യാം. അപ്പം ഏതെങ്കിലും ക്ലാസ് ഏതെങ്കിലും അവസരത്തിൽ ആളുകൾക്ക് മിസ്സാവുകയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ മറ്റ് ക്ലാസ്സുകൾ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ പറയും. ആദ്യമായിട്ട് ദേവിദാസിയെ ഒന്ന് ദേവിദാസി ഒന്ന് സ്പോട്ട് ലൈറ്റ് ചെയ്യണേ. ദേവിദാസിയെ അറിയാത്തവരാരും ഉണ്ടാവില്ല വിചാരിക്കുന്നു. അറിയാത്തവർക്കായിട്ട് രണ്ട് വാക്ക്. ദേവിദാസിയും ഹരിത ചേച്ചിയും രണ്ടുപേരും ദേവി മഹാത്മ്യത്തിൻ്റെ നമ്മുടെ നമുക്ക് ക്ലാസ് എടുക്കുന്നവരാണ്. ശ്രീനാഥ്ജിയുടെ അനുഗ്രഹത്തോടു കൂടെ നമുക്ക് ദേവി മഹാത്മ്യം ചൊല്ലി പഠിക്കാനും അതിൻ്റെ ഒരു സ്ഥൂലമായിട്ടുള്ള അർത്ഥവും കുറേശ്ശെ അതിൻ്റെ ക്രമങ്ങളും ഒക്കെ പതുക്കെ പതുക്കെ പഠിച്ചു തരുന്നത് നമുക്ക് ഇവർ രണ്ടുപേരുമാണ്. അപ്പോൾ അവർ രണ്ടുപേർക്കും ആദ്യം തന്നെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ദേവദാസ് ജി അറ്റ്ലാന്റയിലാണ് അവർ രണ്ടുപേരും. അറ്റ്ലസ് എന്ന് പറഞ്ഞുള്ള ഗ്രൂപ്പും ഒക്കെ ആയിട്ട് വളരെ ആക്റ്റീവായിട്ട് രുദ്രയാഗവും ചണ്ഡികായാഗവും ഒക്കെ ധാരാളം നടത്തി ഇപ്പം നല്ലോണം നല്ലോണം കമ്മ്യൂണിറ്റിയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ തവണ ദുബായിൽ യാഗം ഒക്കെ പഠിപ്പിക്കുകയുണ്ടായി ധാരാളം ആളുകളെ. അപ്പോൾ നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ദേവിദാസ് ജി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഇവിടെ അമേരിക്കയിൽ തന്നെ. നമ്മുടെ ടൈം സോണിൽ നമുക്ക് വളരെ സൗകര്യമായിട്ട് ഈവനിങ്സിൽ ക്ലാസ് എടുക്കാനായിട്ട്. ദേവിദാസ് ജി അൺമ്യൂട്ട് ചെയ്യുന്നോ? അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ദേവിദാസ് ജി ചേച്ചി പറയും. താങ്ക് യു KP. ഒരുപാട് സന്തോഷം. കുറച്ച് പേരെയൊക്കെ മുമ്പത്തെ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്. മറ്റു ചിലവർ വിചാരിക്കുന്നുണ്ട് ഇവൻ ആരാണെന്ന്. അപ്പോൾ അതുകൊണ്ട് KP ഒന്ന് പറഞ്ഞു തന്നുകൊണ്ട് കൊടുത്തുകൊണ്ട് നന്നായി. ശ്രീനാഥ്ജി വരേണ്ടതായിരുന്നു ഈ ക്ലാസ്സിൽ. ശ്രീനാഥ്ജി ജോയിൻ ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു എന്തോ തിരക്കിലായി, യാത്രയിലാണെന്ന് തോന്നുന്നു, ട്രെയിനിലാണെന്ന് തോന്നുന്നു, വിളിച്ച് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഇതുപോലെ ക്ലാസ്സുകൾ തുടങ്ങാറ് ശ്രീനാഥ്ജി ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ശ്രീനാഥ്ജിയുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ചെയ്യാറ്. അതിപ്പോൾ ഇന്ന് സാധിച്ചില്ല, പക്ഷെ സാരില്ല, നാളെയോ അടുത്തുള്ള ക്ലാസ്സുകൾ ശ്രീനാഥ്ജി എന്തായാലും ജോയിൻ ചെയ്യും. അതുവരെ ഇവൻ ആര് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം KP പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും പറയാം. ഞാൻ കുറച്ചു കാലമായി ദേവി മഹാത്മ്യം ഉപാസിക്കുന്നു. ഞാനും ഹരിത വൈഫാണ്. ഞങ്ങളുടെ അറ്റ്ലാന്റ ബേസ്ഡ് ആണ്. ഞങ്ങളുടെ യാഗം ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇതുവരെ ദുബായിൽ US നടന്ന എല്ലാ യാഗത്തിലും പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അവിടെ പല സ്ഥലത്തും വെച്ച് നിങ്ങൾ പലരെയും കണ്ടിട്ടുണ്ട്, മുമ്പത്തെ ക്ലാസ്സുകൾ വെച്ചിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഹ്യൂസ്റ്റണിൽ യാഗം നടത്തുന്നതിൻ്റെ ഭാഗമായി കുറച്ച് ഋത്തിക്കുകൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ദേവി മഹാത്മ്യമാണ്. അപ്പോൾ ദേവി മഹാത്മ്യം എന്ന് പറയുന്നത് ദേവിയുടെ മഹാത്മ്യമാണ്. ദേവിയുടെ മഹാത്മ്യം ആയതുകൊണ്ട് തന്നെ ദേവിയുടെ മഹാത്മ്യം പഠിപ്പിക്കാൻ ഒരേ ഒരാൾക്കേ പറ്റുള്ളൂ. അത് ദേവിക്ക് മാത്രമേ പറ്റുള്ളൂ, വേറൊരാൾക്കും അത് പറ്റില്ല. അത് ആ ദേവിയുടെ മഹാത്മ്യം പറഞ്ഞു കൊടുക്കാൻ ഈ ലോകത്ത് ഒരേ ഒരു നാവേ ഉള്ളൂ, അത് ദേവിയുടെ നാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫിസിക്കലായി നിൽക്കുന്ന ആൾക്കാരെ നോക്കണ്ട, ദേവിദാസ് ഹരിത എന്ന് പറയുന്നത് നോക്കണ്ട. ഈ ക്ലാസ് എടുക്കുന്നത് നമ്മളിലൂടെ ദേവിയാണ് എന്നുള്ള ചിന്തയിൽ ക്ലാസ്സിലിരുന്നാൽ മതി. അവളുടെ അനുവാദമില്ലാതെ ഒരു വാക്ക് പോലും പുറത്തു വരില്ല. അവളുടെ അനുഗ്രഹമില്ലാതെ കൊണ്ട് ഒരു വാക്ക് പോലും പറയാൻ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ദേവിയാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ മുന്നോട്ട് കണ്ടാൽ മതി. പിന്നെ ദേവി മഹാത്മ്യമായതുകൊണ്ട് തന്നെ പറയുന്നത് മാത്രമല്ല, കേൾക്കുന്ന ചെവി ഒരേ ഒരു ചെവി അല്ലെങ്കിൽ രണ്ട് ചെവിയേ ഉള്ളൂ എന്നും കൂടി പറയാം നമുക്ക്, അല്ലെ? അത് ദേവിയുടെ ചെവിക്ക് മാത്രമേ ദേവിയുടെ മഹാത്മ്യം കേൾക്കാനുള്ള കേൾപ്പുള്ളൂ എന്നും പറയാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കേൾക്കുന്ന ഇപ്പൊ ഇത്ര പേരുണ്ട്, ഇപ്പോൾ 43 പേരും 43 ദേവിമാരാണ്. എങ്ങനെയാണോ ഒരു ചന്ദ്രൻ 1000 കുടങ്ങൾ അല്ലെങ്കിൽ 43 കുടങ്ങളിൽ അതിന്റെ പ്രതിഫലനമായി നിൽക്കുന്നത്, അതുപോലെ 43 ദേവിമാരാണ് ഇരിക്കുക. അപ്പൊ ദേവിയോട് സംസാരിക്കുന്ന ഒരു ക്ലാസ് ആയിട്ട്, ദേവിയുടെ ആത്മകഥമാണ് ഇത് എന്നുള്ള രീതിയിൽ
നമ്മൾ ഇതിനെ കണ്ടാൽ മതി. അങ്ങനെയാണ് നമ്മളിത് കാണേണ്ടത്. അത് ദേവിയുടെ ആത്മകഥം, ദേവിയോട് സംസാരിക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരു ദിവസം 1.5 മണിക്കൂർ വെച്ച് ആഴ്ചയിൽ ഒരു 6 മണിക്കൂർ നമ്മൾ കാണാൻ പോകണം. ഏകദേശം ഒരു 10 ആഴ്ച വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ അങ്ങനെ ഒരു 60 മണിക്കൂറാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു 2-2.5 മാസക്കാലം ഒരു 60 മണിക്കൂറുകളോളം നമ്മൾ ദേവി ആയിട്ട് ഇരിക്കാൻ പോവാണ് നമ്മൾ. അതൊരു വലിയൊരു ഭാഗ്യമാണ്. നമ്മളൊരു ഒരു പ്രത്യേക സ്റ്റേറ്റിൽ കുറച്ചു നേരം നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, അത് പ്രൊലോങ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ സ്റ്റേറ്റ് നമ്മുടെ സ്ഥായി ഭാവമായിട്ട് മാറും ആക്ച്വലി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു 60 മണിക്കൂർ ദേവിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ താനെ ദേവിയായിട്ട് മാറുകയാണ് ആക്ച്വലി. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഇതൊരു ക്ലാസ് അല്ല, ഇതൊരു സാധനയാണ് ആക്ച്വലി. ഇത് മുമ്പും നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ദേവീ മാഹാത്മ്യ ക്ലാസ് അല്ല ഇത്, ദേവീ മാഹാത്മ്യ സാധനാ സപരിയാണ് ആക്ച്വലി. ഒരു സാധന തന്നെയാണ്. ഇതങ്ങനെയാണ് കാണേണ്ടത്. നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് പോലെ വന്നിരുന്ന് കേട്ടിട്ട് പോകരുത് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. നമ്മളിത് ദേവിയെ ഉപാസിക്കാൻ വേണ്ടി എടുക്കുന്ന സമയമായിട്ട് കാണണം. അപ്പം ഇത് വളരെ സീരിയസ് ആയിരുന്ന് നമ്മൾ ചൊല്ലുകയും ഇതിൽ ഇൻവോൾവ് ആവുകയും അതിനുശേഷം ചൊല്ലി പഠിക്കാൻ എന്താ പറയുക, നിർബന്ധ ബുദ്ധിയോടും കൂടി നമ്മൾ ഇരിക്കണം ആക്ച്വലി. അപ്പോൾ ഇതൊരു ദേവി സാധനാ സപര്യയാണ്. അപ്പോൾ ദേവി മാഹാത്മ്യ സാധനാ സപര്യയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിന്റെ ചിട്ടവട്ടങ്ങളെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. പലരും മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ശ്രീനാഥിയോട് ചോദിക്കണം, എങ്ങനെയാണ് ഇത് പുതിയ ആൾക്കാർക്ക് മാത്രമായിട്ടുള്ള ക്ലാസ് ആക്കണോ, മറ്റുള്ളവർക്ക് വേറെ ക്ലാസ് വെക്കണോ, എങ്ങനെയാണെന്നുള്ളതൊക്കെ ശ്രീനാഥിയോട് ചോദിക്കണം. എന്തായാലും നമ്മൾ പുതുതായി വരുന്നവർക്ക് ഈ ക്ലാസ് എങ്ങനെയായിരിക്കും എന്ന് പറയാം. ഇത് ക്ലാസ് ഇതിന്റെ ഫോക്കസ് ദേവി മാഹാത്മ്യ പാരായണമാണ് ഇതിന്റെ ഫോക്കസ്. ദേവീ മാഹാത്മ്യം ചൊല്ലാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 700 ശ്ലോകങ്ങളുള്ള 700 മന്ത്രങ്ങളുള്ള ദുർഗാ സപ്തശതിയാണ്. അതിന്റെ ഭാഗമായി തന്നെ പൂർവാംഗവും ഉത്തരാംഗവും നമ്മൾ പഠിപ്പിക്കും. കുറച്ച് അർഗളം, കീലകം, കവചം, രാത്രി സൂക്തം എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മുന്നേയും പഠിപ്പിക്കും. അതിനുശേഷം നമ്മൾ ദേവീ സൂക്തം, രഹസ്യത്രയം, ക്ഷമാപ്രാർത്ഥന, ദുർഗാമാനസ പൂജ, ദേവി അഥർവശീർഷം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വേറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മുന്നേ ഉണ്ട്, ദേവി മാഹാത്മ്യമുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങൾ വേറെയുമുണ്ട്. അത് നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ളതും കൊണ്ടും സമയം വളരെ ചുരുങ്ങിയതായതുകൊണ്ടാണ്. നമുക്ക് ഒരു കൊല്ലമൊന്നുമില്ല, നമുക്ക് 2 മാസം 2.5 മാസമാണ് കഷ്ടിച്ചുള്ളത്. അതിനിടയിൽ തന്നെ ക്രിസ്മസ് വരുന്നുണ്ട്, ന്യൂ ഇയർ വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് സമയം പോകാനും സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പാരായണത്തിലായിരിക്കും ശ്രദ്ധ. ചൊല്ലാൻ വേണ്ടി നമ്മൾക്ക് എത്രമാത്രം അർത്ഥം നമ്മൾ ഗ്രഹിക്കണോ അത്രയും അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു പോവുകയാണ് ചെയ്യുക. കുറച്ചൊക്കെ ഫിലോസഫിക്കൽ വശങ്ങൾ നമ്മൾ പറഞ്ഞു പോകും. കാരണം ഇതിലൊരു താല്പര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഫിലോസഫിക്കൽ വശം കൂടി കുറച്ചൊക്കെ പറഞ്ഞു പോകും. ഇത് വെറുതെ ഒരു കഥയല്ല, ഇതിന് പിന്നിൽ ഗഹനമായ കുറേ വിഷയങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് കൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കുറച്ച് ഫിലോസഫിക്കൽ വശങ്ങൾ കൂടി പറഞ്ഞു പോകും ആക്ച്വലി. അപ്പം ഇത് നമ്മൾ ക്ലാസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഒരു ശ്ലോകം നമ്മൾ ചൊല്ലിത്തരും. നമ്മൾ ചൊല്ലിയതിന് ശേഷം ഒരാളെ പേര് വിളിക്കും. അവർ അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം അത് ചൊല്ലുക ആണ് ചെയ്യുക. അതിനുശേഷം അവർ മ്യൂട്ട് ചെയ്യുക, അടുത്ത ആളെ വിളിക്കും, അവർ അൺമ്യൂട്ട് ചെയ്ത് അവർ ചൊല്ലുക, അതിനുശേഷം മ്യൂട്ട് ചെയ്യുക. മ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ മൊത്തം കയോസ് ആയിരിക്കും. അതുകൊണ്ട് അതുകൊണ്ട് മ്യൂട്ട് ചെയ്യൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇത് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് ആദ്യം നമ്മളിടും. ഇപ്പം ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന, ഇന്ന് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന ധ്യാനവും സപ്തശ്ലോകി അതിൻ്റെ നോട്ട്സ് കൃഷ്ണപ്രസാദ് ഇട്ടിട്ടുണ്ട്. അപ്പം അത് നമ്മളങ്ങനെ നോട്ട്സ് മുൻകൂട്ടി ഇടും. ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുഴുവൻ നോട്ട്സും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്കിത് പ്രിൻ്റ് ഔട്ട് എടുക്കുക, എന്താ വേണ്ടത് എടുത്തിട്ട് നിങ്ങൾക്കത് ചൊല്ലാനെടുക്കാം. ഇത് ചൊല്ലി പഠിക്കാൻ വേണ്ടി നമ്മളൊരു പ്രാക്ടീസ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ രണ്ട് ഗ്രൂപ്പാണ് ഉണ്ടാവുക. ഒന്ന് ദേവി മഹാത്മ്യ പാരായണം, നിങ്ങളെല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പ്, പിന്നെ വേറൊരു പ്രാക്ടീസ് ഗ്രൂപ്പ്. രണ്ട് ഗ്രൂപ്പ് ആക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാക്ടീസ് ഗ്രൂപ്പിൽ നിങ്ങൾ ചൊല്ലിയിടണം. അപ്പോൾ ഒരുപാട് ഈ ചൊല്ലിയിടുന്ന MP3 ഫയൽസ് വരും. അപ്പോൾ നമ്മൾ കാര്യമായിട്ടുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ അതിനകത്ത് മുങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് വേറെ വേറെ ഗ്രൂപ്പാക്കി വെക്കുന്നത്. പ്രാക്ടീസ് ഗ്രൂപ്പിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇടുന്ന ഓഡിയോ ഫയൽസ് ആണ് ഉണ്ടാവുക. കുറച്ച് പേരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അവരാണ് അത് കറക്ഷൻ നോക്കിയിട്ട് ശരിയാണോ, കറക്റ്റായി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അതാണ് മെയിൻ. അപ്പോൾ KP ഒന്ന് പ്രാക്ടീസ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് ഗ്രൂപ്പിലിടണം സമയമാകുമ്പോൾ. പിന്നെ ഇത് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പം കുറച്ച് സംശയങ്ങളും ഒക്കെ ഉണ്ടാവും. അത് എങ്ങനെ ചൊല്ലണം, ഇങ്ങനെ ചൊല്ലിയാൽ എന്താ പറയുക, ദേവിക്ക് കോപം വരുമോ എന്നുള്ളതൊക്കെ ഒരു സാധാരണയായി കേൾക്കാറുള്ള ഒരു ചോദ്യമാണ്. ഇതെങ്ങനെ ചൊല്ലണം എന്നുള്ളതിനൊരു ഒരു എന്താ പറയുക, എസ്റ്റാബ്ലിഷ്ഡ് രീതിയുണ്ട്, നിയമമുണ്ട്. അത് ഒന്ന്, ഗീതമായി ചൊല്ലാൻ പാടില്ല എന്നാണ്. ഇത് ദേവി മാഹാത്മ്യം ഒരു കഥയുടെ രൂപത്തിലാണെങ്കിൽ പോലും അത് മന്ത്രശബ്ദങ്ങൾ അതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ആക്ച്വലി. ഈ നമ്മുടെ തന്ത്രശാസ്ത്രത്തില് മന്ത്രങ്ങള് പരസ്യമായി പറയാൻ പാടില്ലാത്തതുകൊണ്ട് പലപ്പോഴും എന്താണ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ശബ്ദത്തിന് ഒരു വാക്ക് ഒരു ഒരു അർത്ഥം കൊടുക്കുകയും ആ അർത്ഥത്തിന് ഒരു വാക്ക് കൊടുക്കുകയുമാണ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു ശിവൻ എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറയുന്നതിന് അ, അല്ലെങ്കിൽ അ എന്നതിന് വിഷ്ണു എന്ന് പറയും. ആ ഒരു എക്സാമ്പിൾ പറയാണ്, ആ എന്നത് ബ്രഹ്മാവ്, ഉ എന്നത് ശിവൻ എന്ന് പറയും. അപ്പോൾ പരസ്യമായിട്ട് ആൾക്കാരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഉ കൂടി ചേർക്കണമെന്ന് പറയണമെങ്കിൽ പണ്ഡിതന്മാര് പറയുന്നത് അവിടെ ഒരു ശിവനെ കൂടി ആഡ് ചെയ്യണം എന്ന് പറയാം. ഒരു ശിവനെ കൂടി ഇടണം. അപ്പൊ ആർക്കും ഇത് മനസ്സിലാവില്ല. ഇത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുപ്ത ഭാഷയാണിത്. അത് മന്ത്രകോശം എന്ന് പറയുന്നതും ഒക്കെ കുറച്ച് ബുക്സ് ഉണ്ട്, അതിൻ്റെ അകത്താണ് ഇതൊക്കെ കിടക്കുക. അപ്പോൾ ഈ ഇതുപോലെ നമ്മളിപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ മാർക്കണ്ഡേയ ഉവാച എന്ന് നമ്മൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ചൊല്ലും. അതൊരു മന്ത്രമാണ് ആക്ച്വലി. അതിൻ്റെ ഉള്ളിൽ മന്ത്രങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഇത് ചൊല്ലുമ്പം ഗീതമായി ചൊല്ലാൻ പാടില്ല, അതായത് നീട്ടാനും കുറുക്കാനും പാടില്ല. എങ്ങനെയാണോ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ആ രീതിയിൽ തന്നെ പറയണം. ഇത് പറയുമ്പം ഇത് ഡബിൾ എഡ്ജ് സ്വോർഡ് ആണെന്ന് എനിക്കറിയാം. ഇത് വല്ലേ തന്നെ ഫെൻസിൽ പേടിച്ച് നിൽക്കുന്ന ആൾക്കാർ ഇത് കൂടുതൽ പേടിക്കും. കാരണം ഇത് മന്ത്രങ്ങളാണല്ലോ, ഇനിയിപ്പോൾ ഇത് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി നമ്മള് വീഴാതെ നടക്കാൻ പഠിക്കില്ലല്ലോ ഒരിക്കലും. അപ്പോൾ ഒരിക്കലും തെറ്റാതെ നമുക്ക് ചൊല്ലാൻ പറ്റില്ല. നമ്മൾ എന്തായാലും തെറ്റിപ്പോവും, അത് കുഴപ്പമില്ല. നമ്മൾ ഭാവമാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളിതൊരു സാധന സബരിയ എന്ന് പറയാൻ കാരണം അത് തന്നെയാണ്, ഒരു സാധനയാണ്. നമ്മൾ സാധനയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് പിഴവുകളൊക്കെ ഉണ്ടാവും, പക്ഷെ ഭാവത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കഥകളുണ്ട്. നമുക്ക് ദേവി മഹാത്മ്യ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പല പല കഥകൾ നമുക്ക് പറയാം. അതിൻ്റെ അകത്ത് കഥകളിലൊക്കെ നമുക്ക് കേൾക്കാം. ഭാവത്തിനാണ് എന്താ പറയുക, ഒരാള് എല്ലാ നിയമങ്ങളും പാലിച്ച് എല്ലാം ചെയ്യുകയും പക്ഷെ അതേസമയം ഭാവമില്ലാതെ ചെയ്യുകയും, എന്നാൽ ഒന്നും അറിയാത്ത ഒരാൾ വെറുതെ കുറച്ച് കൂവളത്തിൻ്റെ ഇല എടുത്തെറിയുകയും എന്താ പറയുക, അഭിഷേകത്തിന്റെ ഭാഗമായി കുറച്ച് വെള്ളം വായിലെടുത്ത് തുപ്പുകയും ഒക്കെ ചെയ്തിട്ടുള്ള കണ്ണപ്പൻ എന്ന് പറയുന്ന ഒരു ഒരു ആദിവാസി, അദ്ദേഹത്തിനെയാണ് ശിവൻ അനുഗ്രഹിച്ചത് ആക്ച്വലി. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാവം കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ കഥകളിലേക്കൊക്കെ നമുക്ക് പോകാം. നമുക്ക് ദേവി മഹാത്മ്യം അങ്ങോട്ടെത്തുമ്പോൾ നമുക്ക് പോകാം, അതൊക്കെ കഥകളൊക്കെ സംസാരിച്ച് പോകാം. എങ്കിലും ഭാവത്തിനാണ് ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ഭാവം കറക്റ്റ് ആണെങ്കിൽ തെറ്റുമെന്നുള്ള പേടി വേണ്ട. നിങ്ങൾ ധൈര്യമായി ചൊല്ലി മുന്നോട്ട് പോകുക. കാരണം ഇത് പറയാൻ കാരണം പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നോട്. ഇവിടെ അറ്റ്ലാന്റയിലുള്ള പലരും തന്നെ വിളിച്ച് ചോദിച്ചിട്ട് തെറ്റിപ്പോയാൽ ബുദ്ധിമുട്ടാവൂ, അങ്ങനെയൊന്നുമില്ല. തെറ്റരുത്, പക്ഷേ നമ്മൾ തെറ്റാതെ നമുക്ക് വീഴാതെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആദ്യ കാലങ്ങളിൽ തെറ്റിപ്പോയാലും കുഴപ്പമില്ല. തെറ്റാതെ ചൊല്ലണം എന്നുള്ള ബോധത്തോടു കൂടി അതിനുള്ള ശ്രമം നമ്മളെ ഭാഗത്തുനിന്നുണ്ടായാൽ നമുക്ക് പിന്നെ വേറെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എത്ര ശബ്ദത്തിൽ ചൊല്ലണം, മനസ്സിൽ ചൊല്ലിയാൽ മതിയോ, വളരെ ഒച്ചത്തിൽ ചൊല്ലണോ എന്നുള്ളതൊക്കെയാണ് അടുത്ത ചോദ്യം. അത് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന ഒച്ച എത്രയാണോ ആ ഒച്ചയിലാണ് നമ്മൾ
ചൊല്ലേണ്ടത് എന്നാണ്. അധികം ഒച്ച കൂടാനും പാടില്ല, എന്നാൽ അതേസമയം വളരെ ഒച്ച കുറഞ്ഞ് താഴ്ന്നും ചൊല്ലാൻ പാടില്ല. നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു ഒച്ച എത്രയാണോ ആ ഒച്ചയിലാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്നാണ് പറയുന്നത്. ഇത്രയാണ് കാര്യമായിട്ട് നമ്മൾ തുടക്കത്തിൽ പറയാൻ ഉള്ളത്. എന്തെങ്കിലും നമുക്ക് ഇന്ന് ധ്യാനവും സപ്തശ്ലോകിയിലേക്കും കടക്കാം. പക്ഷെ അതിനു മുമ്പ് എന്തെങ്കിലും ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം അത് ടാക്കിൾ ചെയ്യാം, എന്നിട്ട് മുന്നോട്ട് പോവാം. ചോദ്യങ്ങളുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല. കെ പി അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ? അല്ല, അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഞാൻ അത് സെറ്റിങ്സ് വെച്ചിട്ടില്ല. എന്റെ പേര് രാഗിത. ഈ ഭാവം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് സത്യസന്ധത, നമ്മൾ ശ്രദ്ധ എന്ന് ഉദ്ദേശിക്കുക. നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മളിപ്പം നമ്മൾ ധ്യാനം പഠിക്കും, അതിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് എങ്ങനെ ഒരു കർമ്മം ചെയ്യണം എന്നുള്ളതും എന്നൊക്കെ പറയാം. അപ്പൊ ഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ ശ്രദ്ധ വെച്ച് അത് അതിൻ്റെ ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നമ്മളിവിടെ ദേവീ മഹാത്മ്യം പഠിക്കുകയാണല്ലോ. അപ്പൊ ദേവിയെ അറിയാനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ദേവിയെ അറിയാൻ സഹായിക്കണേ എന്നുള്ള മനസ്സോടുകൂടി ചൊല്ലുക. വളരെ സിമ്പിളായി പറഞ്ഞാൽ അതാണ്. പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നും വേണ്ട അതിൻ്റെ അകത്ത്. ദേവിയെ അറിയാൻ വേണ്ടി, ദേവിയെ പഠിക്കുവാനും വേണ്ടി എൻ്റെ ഒരു ശ്രമമാണ് എന്നുള്ള ബോധത്തിൽ പഠിച്ചാൽ. താങ്ക് യു. ഞാൻ ആ പറഞ്ഞ കഥയിൽ അതിൻ്റെ അകത്ത് വരുന്ന ഭാവം എന്ന് പറയുന്നത് എൻ്റെ ശിവനെ എനിക്ക് പൂജിക്കാൻ സാധിക്കണേ എന്നതായിരുന്നു. ഒരു കണ്ണപ്പൻ എന്ന് പറയുന്ന ഒരു ആദിവാസി, ആദിവാസി എന്ന് പറയാൻ കാരണം അതൊരു ഒരു കാസ്റ്റ് എന്നുള്ള രീതിയിലല്ല, അദ്ദേഹം കാട്ടിൽ ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ശിവനെ പൂജിക്കാനുള്ളൊരു അവസരം കിട്ടണേ എന്നുള്ള രീതിയിലാണ് അത് കഥ എങ്ങനെ പോകുന്നത് വെച്ചാൽ, ഒരു അദ്ദേഹം കാട്ടിൽ നിൽക്കുമ്പോൾ കാട്ടിൽ ഒരു ശിവലിംഗമുണ്ട്. അപ്പം എപ്പോഴും അദ്ദേഹത്തിന് കാണാം ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ എന്നും വന്നിട്ട് പിന്നെ ദേവിയെ ശിവനെ വന്ന് പൂജിക്കുന്നത് കാണാം. അപ്പം ദൂരെ നിന്നാണ് നോക്കുക. ദൂരെ നിന്ന് നോക്കുമ്പം കുറേ വെള്ളം എടുത്തു കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, കുറേ മന്ത്രങ്ങൾ എന്തൊക്കെയോ പറയുന്നു, കുറേ ഇലകൾ അർച്ചിക്കുന്നു, കുറേ പൂക്കൾ അർച്ചിക്കുന്നു ഒക്കെ കാണാം. അപ്പം ഇദ്ദേഹത്തിന് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു ശിവനെ എനിക്കും ഇതുപോലെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇതൊന്നും അറിഞ്ഞൂടാ, ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. അപ്പൊ അദ്ദേഹത്തിന്റെ കൈമേല് ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ പല പ്രാവശ്യം ചെയ്തു പോയപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കൽ ചെയ്യാനുള്ള ത്വര കൂടിയപ്പോൾ അദ്ദേഹം സ്വന്തമായി എനിക്കൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വെള്ളം എടുക്കാൻ പോയപ്പോൾ കയ്യിൽ ഒന്നുമില്ല, പാത്രങ്ങളൊന്നുമില്ല. അപ്പൊ അദ്ദേഹം എന്ത് വെച്ചാൽ ആ ഒരു പുഴയായിരുന്നു, ആ പുഴയിലെ വെള്ളം വായിലെടുക്കുകയാണ് ചെയ്തത്. വായിലെടുത്ത് പോകുന്ന വഴിക്ക് കുറച്ച് ഇലകൾ കണ്ടു, ആ ഇലകളും പറിച്ചാണ് പോയത്. അവിടെ പോയി ഇരുന്ന് ശിവനെ കണ്ട് ശിവന്റെ മുമ്പിൽ ഇരുന്ന് പറയാനൊന്നും അറിയില്ല. അപ്പം വായിൽ വരുന്ന എന്തൊക്കെയോ ജിബ്ബറിഷ് ചറപറ വാക്കുകൾ അങ്ങനെ പറയുകയും അഭിഷേകത്തിന് സമയമാകുമ്പോൾ വായിലുള്ള തുപ്പുവാണ് ചെയ്തത്. പിന്നെ കയ്യിലുണ്ടായിരുന്ന ഇലകൾ അർച്ചിക്കാനറിയില്ല, അപ്പം എറിയുവാണ് ചെയ്തത്. അപ്പൊ ഇത് കണ്ടപ്പോ ദേവിക്ക്, ശിവന്റെ അടുത്തിരിക്കുന്ന ദേവിക്ക് ഒരു ഒരു സംശയം, ഇതിപ്പം ശിവൻ ഏതാണ് ഇഷ്ടമായിട്ടുണ്ടാവുക? രണ്ടെണ്ണം ഉണ്ടല്ലോ. ഇതിപ്പം ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ചെയ്തതായിരിക്കുമോ ഇഷ്ടം ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ എന്താ പറയാ ഈ കണ്ണപ്പൻ ചെയ്തതായിരിക്കുമോ ഇഷ്ടമായിട്ടുണ്ടാവുക എന്നൊരു ചോദ്യം ചോദിക്കുന്നതും അതിന്റെ ഫലമായി ശിവൻ ഒരു ടെസ്റ്റ് നടത്തുന്നതും ഒക്കെയാണ് അതിൻ്റെ ഒരു കഥ. ആ കഥയിലേക്ക് നമുക്ക് കാര്യമായിട്ട് മുന്നോട്ട് നീങ്ങാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ കണ്ണപ്പന് ഒരു ശിവനെ എങ്ങനെയെങ്കിലും പൂജിക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം വരികയാണ് ചെയ്തത്. അപ്പൊ അതാണ് അതിൻ്റെ ഒരു ഭാവം. അതിന്റെ മീൻസ് പ്രശ്നമല്ല, എന്ത് വന്നാലും എനിക്ക് പൂജിക്കണം എന്നുള്ള ഒരു ചിന്ത. ഇനി വേറെ എന്തെങ്കിലും ചോദ്യമുണ്ടോ? എല്ലാവരും ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എന്നാ പിന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് നമ്മൾ കൃഷ്ണപ്രസാദ് സപ്തശ്ലോകി സപ്തശതി ധ്യാനവും
ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും അതൊന്ന് എടുത്തു വെക്കാൻ പറ്റുമെങ്കിൽ വലിയ കാര്യമായിരുന്നു. ആ, ഷെയർ ചെയ്യണം, ഓ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്താൽ എനിക്ക് ഇവരെ കാണാൻ പറ്റില്ല. ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. ഇല്ല, വേണ്ട, അവര് എല്ലാവരും ബുക്ക് ഉണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ആ. ഇനി അഥവാ നിങ്ങളടുത്ത് വേറെ ഏതെങ്കിലും ബുക്കാണ് ഉള്ളതെങ്കിൽ ഈ ആ, ദുർഗാ സപ്തശതി ധ്യാനം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നത് ഇത് 4-ാം അധ്യായത്തിൽ ഉള്ള ഒരു ആ, ശ്ലോകമാണ്. 4-ാം അധ്യായം എനിക്കൊന്ന് വളരെ അടുത്ത് തന്നെ തുടങ്ങിയ അപ്പോൾ തന്നെ ഉള്ള ശ്ലോകമാണ്. ഒരു 4-5 ശ്ലോകം കഴിയുമ്പം ഉള്ളതാണ്. അതിന്റെ തുടക്കം യാ ശ്രീ സ്വയം സുഹൃതിനാം എന്നാണ്. അത് KPയുടെ PDF ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ബുക്കിലാണ് നോക്കുന്നതെങ്കിൽ ആ ബുക്കിൽ സപ്തശതി ധ്യാനം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ചാപ്റ്ററിലാണ് നിങ്ങൾ തപ്പുന്നതെങ്കിൽ 4-ാം അധ്യായത്തിൽ പോയാൽ അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം. യാ ശ്രീ സ്വയം, തുടക്കം എന്ന് പറഞ്ഞാൽ 3-4 ശ്ലോകങ്ങൾ കഴിഞ്ഞിട്ടാണത്. യാ ശ്രീ സ്വയം സുഹൃതിനാം ഭവനേശ്വര ലക്ഷ്മി എന്ന് പറയുന്ന ശ്ലോകമാണ് ഇത്. ആ, പറഞ്ഞ പോലെ ഇത് ഈ ധ്യാന ശ്ലോകം ദുർഗാ സപ്തശതിയിൽ അല്ലെങ്കിൽ ദേവീ മഹാത്മ്യത്തില് 4-ാം അധ്യായത്തില് ചതുർത്ഥോധ്യായത്തിൽ വരുന്നതാണ്. സ്തുതിയാണ്, ശക്രാദയ സ്തുതി എന്ന് പറയുന്ന സ്തുതിയാണ് ആക്ച്വലി ഇത്. ഇതൊക്കെ പോണോ? ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ് ബ്രേക്ക്. ഇവിടെ പോസ്റ്റായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. നാളെ മുതൽ ബുധനാഴ്ച മുതൽ ക്ലാസ് ഹരിതയാണ് എടുക്കുക. നാളെയും കൂടി ഞാൻ എടുക്കും. പിന്നെ ബുധനാഴ്ചയും വീക്ക് ഡേയ്സിൽ ഹരിതയായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. വീക്കെൻഡ്സിൽ ഞാനാണ് ക്ലാസ് എടുക്കുക. ക്ലാസ് എന്ന് പറയുന്നു സാധന ചെയ്യുക, നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചെയ്യുക, അങ്ങനെയാണ്. അപ്പൊ എന്തായാലും പറഞ്ഞു വന്നത്, ഈ ശ്ലോകം 4-ാം അധ്യായത്തിൽ വരുന്നതാണ്. 4-ാം അധ്യായം ശക്രാദയ സ്തുതി എന്നാണ് പറയാ. സ്തുതിയാണ് ഇത് ആക്ച്വലി. ഈ സ്തുതി എന്ന് പറയുന്നത് നമ്മള് ദേവി മഹാത്മ്യത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാം. സ്തുതി പലപ്പോഴും പലപ്പോഴും അല്ല, എല്ലായ്പ്പോഴും സ്തുതി ഉണ്ടാവുന്നത് അത്ഭുത രസത്തിൽ നിന്നുമാണ്. ഒരു അത്ഭുതത്തിൽ നിന്നുമാണ് നമുക്ക് ഈ സ്തുതി ഉണ്ടാകുന്നത്. ഇവിടെ ഈ 4-ാം അധ്യായം എന്ന് പറയുന്നത് മധ്യമചരിതത്തിന്റെ അവസാനത്തെ അധ്യായമാണ്. ആ മധ്യമചരിതം എന്ന് പറയുന്നത് 2, 3, 4 ആണ് മധ്യമചരിതം. അപ്പോൾ ഈ മധ്യമചരിതത്തില് മഹിഷാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ വരും. ആക്ച്വലി മഹിഷാസുരൻ എന്ന് പറയുന്ന അസുരൻ വരികയും മഹിഷാസുരനെ കൊണ്ട് പൊറുതിമുട്ടിക്കഴിഞ്ഞപ്പോൾ ദേവന്മാരൊക്കെ പോയിട്ട് ദേവിയോട് പറയുകയും, അല്ല, ദേവന്മാരൊക്കെ കൂടി ദേവിയെ സൃഷ്ടിക്കുകയും ആ ദേവി മഹിഷാസുരനെ ഇല്ലാതാക്കുന്നതുമാണ് മധ്യമചരിതത്തിലെ കഥ. ഈ മഹിഷാസുരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഈഗോ തന്നെയാണ് ആക്ച്വലി. ഈ മഹിഷാസുരനെ ദേവി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പം മഹിഷാസുരൻ പല പല രൂപങ്ങൾ മാറി 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 വരും. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ഉള്ളിലെ ഈഗോ പല വേഷത്തിലാണ് പുറത്തു വരിക. ആദ്യം ഏറ്റവും വൃത്തികെട്ട വേഷത്തിൽ പലപ്പോഴും ജലസിയായിട്ടും അസൂയയായിട്ടും അല്ലെങ്കിൽ ദേഷ്യമായിട്ടും അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അങ്ങനെയൊക്കെ ആയിട്ടാണ് വരിക. അതൊന്ന് പിടിക്കപ്പെട്ട, നമ്മുടെ ജലസി ആരെങ്കിലും ഒന്ന് പിടിക്കപ്പെട്ട അപ്പം നമ്മൾ അവിടുന്ന് രൂപം മാറി നമ്മൾ ആ ജലസി ദേഷ്യമായിട്ട് മാറും. അല്ലെങ്കിൽ ദേഷ്യം മാറി നമുക്കൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു ഡിപ്രഷനോ എന്തെങ്കിലും ആയിട്ട് മാറും. അപ്പൊ അതുപോലെ തന്നെ ഈ മഹിഷാസുരനെ ദേവി, ഈഗോ ആയ മഹിഷാസുരനെ നമ്മളുടെ ഉള്ളിലുള്ള കോൺഷ്യസ്നെസ്, നമ്മുടെ ഉള്ളിലുള്ള ഹയർ എനർജി ദേവി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒന്ന് പിടികിട്ടി എന്ന് തോന്നുമ്പോൾ അപ്പ രൂപം മാറി വേറെ രൂപത്തിൽ വരും. അപ്പൊ അങ്ങനെ ദേവി ഈ മഹിഷാസുരനുമായിട്ട് കുറെ കാലം ഫൈറ്റ് ചെയ്ത് ഘോര യുദ്ധമാണ് ആക്ച്വലി. ഇത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു യുദ്ധം തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഈഗോയെ ഇല്ലാതാക്കുന്ന ഒരു യുദ്ധമാണ് ആക്ച്വലി. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാം നമുക്ക്. അപ്പൊ എന്തു തന്നെയായാലും ഈ ഘോര യുദ്ധം കണ്ടിട്ട് ഈ നമ്മുടെ ദേവന്മാര് ഇങ്ങനെ ആകെ തരിച്ചു നിൽക്കുകയാണ്. അതിനുശേഷം ഈ ദേവി
ഈ മഹിഷാസുരനെ കൊന്നതിന് ശേഷം ഈ നമ്മുടെ ഉള്ളിലെ ഇന്നർ ഹയർ കോൺഷ്യസ്നെസ് നമ്മുടെ ഈഗോയെ കൊന്നതിന് ശേഷം ഈ ദേവന്മാർക്ക് സന്തോഷമാവും. ഈ ദേവന്മാരെന്ന് പറഞ്ഞാൽ ആരാണ് ആക്ച്വലി? ദേവൻ എന്ന് പറയുന്ന വാക്ക് ദിവ് എന്ന് പറയുന്ന ധാതുവിൽ നിന്ന്, സംസ്കൃതം നോക്കുകയാണെങ്കിൽ ദിവ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ഈ ദേവൻ എന്ന് പറയുന്ന വാക്ക് വരുന്നത്. ദിവ് എന്ന് പറയുന്നതിന് അർത്ഥം പറയുന്നത് കളിക്കുക എന്നാണ് പറയുന്നത്. ഇന്ററാക്ട് ചെയ്യുക എന്നൊരു അർത്ഥം കൂടി പറയും ആക്ച്വലി. നമ്മുടെ ലോകവുമായിട്ട്, പുറം ലോകവുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെയാണ്. 5 സെൻസ് ഓർഗൻസിലൂടെയാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പം അല്ലെങ്കിൽ ദിവ് എന്ന് പറയുന്ന വേറൊരു അർത്ഥം പറയുന്നത് പ്രകാശിപ്പിക്കുക എന്നും കൂടി അർത്ഥമുണ്ട്. നമ്മളെ ലോകം നമുക്ക് പ്രകാശിപ്പിച്ച് തരുന്നത് ഈ 5 സെൻസ് ഓർഗൻസിലൂടെയാണ്. ഈ 5 സെൻസ് ഓർഗൻസ് ആണ് നമുക്ക് ഈ ലോകത്തെ നമ്മൾ അറിയാൻ സഹായിക്കുന്നത്. അപ്പൊ ശരിക്കും ദേവൻ എന്ന് പറയുക, അല്ലെങ്കിൽ ദേവന്മാർ എന്ന് പറയുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസ് തന്നെയാണ്. അപ്പൊ നമ്മളുടെ ഉള്ള ഹയർ കോൺഷ്യസ്നെസ്, നമ്മുടെ ഉള്ളിലുള്ള ഈഗോയെ, പല വേഷത്തിലും വരുന്ന ഈഗോയെ കുറേ പ്രൊളോങ് ഫൈറ്റിന് ശേഷം ഓവർടേക്ക് ചെയ്ത് കോൺകർ ചെയ്തതിന് ശേഷം ഈ ഈഗോ കാരണം പൊറുതിമുട്ടിയിരുന്ന നമ്മുടെ സെൻസസ്, കാരണം ഈ സെൻസസ് ആണ് ഇത് അനുഭവിക്കേണ്ടത്. ഈ ഈഗോ പലപ്പോഴും ഇതിന്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ സെൻസ് ഓർഗൻസിലൂടെയാണ് പുറത്തു വരുന്നത് ആക്ച്വലി. അപ്പൊ ഈ സെൻസ് ഓർഗൻസ് ഈ ഈഗോ കാരണം പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഹയർ കോൺഷ്യസ്നെസ് ഈ ഈഗോയെ ഇല്ലാതാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഈ ശക്രാദയ സ്തുതികൾ, അതായത് ഈ ദേവന്മാര് വളരെയധികം സന്തോഷിച്ചുകൊണ്ട് അത്ഭുത രസത്തില് നിന്നുകൊണ്ട് സ്തുതിക്കുന്നതാണ് ഈ 4-ാം അധ്യായം, ശക്രാദയ സ്തുതി എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ഒരു ശ്ലോകമാണ് ഈ നമ്മൾ ധ്യാന ശ്ലോകമായി എടുത്തിരിക്കുന്ന യാ ശ്രീ സ്വയം സുഹൃതിനാം ഭവനേഷു ലക്ഷ്മി. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിത് ആദ്യം ഇതിന്റെ ഈ ശ്ലോകങ്ങൾ 4 വരി ചൊല്ലാം. അതിനുശേഷം ഞാൻ ഒരാളെ വിളിച്ചതിന് ശേഷം 2 വരി ചൊല്ലാം. അവർ അൺമ്യൂട്ട് ചെയ്തിട്ട് ആ 2 വരി ചൊല്ലണം. നമുക്ക് തുടങ്ങാം ആക്ച്വലി. ഓക്കെ. അപ്പൊ നമ്മൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഗുരുക്കന്മാരെ സ്മരിക്കുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് സാമ്പ്രദായികമായി ഒരു ഗുരുവന്ദനമുണ്ട്. അത് നമ്മൾ പഠിക്കും. അത് നമുക്ക് ദീക്ഷ, ആ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഇപ്പൊ നമ്മൾ ഈ സാധനയുടെ ഭാഗമായി നവാക്ഷരി ദീക്ഷ കൂടി നിങ്ങൾക്ക് കിട്ടും. 9 അക്ഷരമുള്ള ഒരു മന്ത്രമുണ്ട്. അപ്പൊ അത് കിട്ടും. അത് ഒരു ഈ സാധനയുടെ ഒരു പ്രത്യേക ഘട്ടമെത്തുമ്പോൾ ആണ് ആ ദീക്ഷ കിട്ടുക. ആ ദീക്ഷ കിട്ടിയാൽ നിങ്ങൾക്കത് മന്ത്രമായിട്ട് ചെയ്യാം. പിന്നെ ഈ സപ്തശതി പാരായണം ചെയ്യുമ്പോഴും കൂടി ചെയ്യാം ആക്ച്വലി. അപ്പോൾ എന്തിനായിരുന്നു ദീക്ഷയിലേക്ക് പോകാൻ പറഞ്ഞത്? ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു കണക്ഷൻ വിട്ടുപോകും. നിങ്ങളോട് ചോദിക്കാറ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നും കൂടി നമുക്ക് നോക്കാം. അപ്പൊ അതും കൂടി പണ്ടേ എങ്ങനെയാണ്, പണ്ടത്തെ ടീച്ചേഴ്സൊക്കെ എങ്ങനെയാണ്, എന്തെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തെറ്റി പറഞ്ഞതെന്ന് പറയാം. ഗുരുവന്ദനം. ഓ, ഗുരുക്കന്മാരെ വന്ദിക്കണം. അതെ, കറക്റ്റ്. അപ്പൊ ഗുരുക്കന്മാരെ വന്ദിക്കണം, കറക്റ്റ്. താങ്ക് യു. അപ്പൊ ഗുരുവന്ദനം നമുക്കുണ്ട്, സാമ്പ്രദായികമായ ഗുരുവന്ദനമുണ്ട്. ആ ഗുരുവന്ദനം നമ്മൾ ദീക്ഷയ്ക്ക് ശേഷമാണ് നമുക്ക് തുടങ്ങാം, നമുക്ക് ചെയ്യാം. അപ്പൊ അതുവരെ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഗുരുബ്രഹ്മ നമുക്ക് ചൊല്ലി നമുക്ക് തുടങ്ങാം. അപ്പം നിങ്ങളെല്ലാവരും മ്യൂട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾ മനസ്സിൽ ചൊല്ലിയാൽ മതി. നമുക്ക് ആദ്യം ഗുരുബ്രഹ്മ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓക്കെ, ഇനി ധൈര്യത്തോടെ തുടങ്ങാം. പരമ്പരയെ ഓർക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആക്ച്വലി. ഗുരു പരമ്പരയെ ഓർക്കുക എന്ന് പറയുന്നത്, പരമ്പര എന്ന് പറയുന്നത് പരയിൽ നിന്നും തുടങ്ങുന്ന അമ്പം ആര്യമാണ് എന്നാണ് പരമ്പരയുടെ അർത്ഥം. പര എന്ന് പറയുന്ന ദേവി, പരാശക്തി ആണ്. ആ പരയിൽ നിന്നും തുടങ്ങുന്ന അമ്പ, അതായത് കയർ, ആര്യമായിട്ടുള്ള കയർ, അതാണ് പരമ്പര. അപ്പം ആ പരയിൽ നിന്നും തുടങ്ങുന്ന ഒരു കയറാണ്. ഇങ്ങേയറ്റത്ത് നമ്മളെ ഗുരുവാണ്. അപ്പൊ നമ്മളെ ഇങ്ങേയറ്റത്ത് ഗുരുവിന്റെ കാല് പിടിച്ച് ഒരു കുലുക്കങ്ങോട്ട് കുലുക്കുക, അതങ്ങോട്ട് കുലുക്കുക, ആ പരയുടെ അടുത്ത് എത്തും ആക്ച്വലി.
അപ്പോൾ അത് ആദ്യം പരമ്പരയെ ഓർക്കുന്നത് വളരെ ഒരു എനർജൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആക്ച്വലി. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഒരു ധൈര്യവും കൂടിയാണ് പരമ്പര കൂടി ഉണ്ടാവുക എന്നുള്ളത്. അത് നമ്മൾ ഒരു കാര്യമായിട്ടുള്ള സാധനയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഗുരു പരമ്പരയൊക്കെ കിട്ടും. നമുക്ക് ആ ഗുരു പരമ്പരയെ ഓർത്തിട്ടാണ് നമ്മൾ രാവിലെ തന്നെ എണീക്കുക കൂടി ചെയ്യാം. ഓക്കെ, അതെന്തായാലും അങ്ങനെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യം ചൊല്ലാം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഞാൻ ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ പറയാം കേട്ടോ. യാ ശ്രീ സ്വയം സുഹൃദിനാം ഭവനേഷ്വലക്ഷ്മീം പാപാത്മനാം കൃതധിയാം ഹൃദയേഷു ബുദ്ധിം ശ്രദ്ധാ സദാം കുലജന പ്രഭവസ്യ ലജ്ജാ താത്വാം നദാസ്മ പരിപാലയ ദേവി വിശ്വം. ഇതാണ് നമ്മുടെ സപ്തശതി ധ്യാനം. അപ്പോൾ ഒരാള് കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീനാഥ്ജി ജോയിൻ ചെയ്തല്ലോ. ശ്രീനാഥ്ജി ശ്രീനാഥ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ്ജി നമസ്കാരം. ആ ശ്രീനാഥ്ജിയുടെ അഭാവത്തിൽ KP പണിയെടുത്തു. അപ്പോൾ ശ്രീനാഥ്ജിക്ക് സംസാരിക്കാൻ പറ്റുമോ? കേക്കാവോ എന്നെ? ആ കേൾക്കാം. കേൾക്കാവോ? കാണാവോ? ആ കാണാം. നമസ്കാരം. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ക്ലാസ് തുടങ്ങുമ്പോൾ കയറുന്നുണ്ടായിരുന്നു, ഇരുന്ന് കടന്നുറങ്ങിപ്പോയി, അങ്ങനെ കയറാൻ പറ്റിയില്ല. അത് സ്ഥിര സംഭവമാണ്. ഇതിപ്പോ എല്ലാരും നമ്മളെ ആൾക്കാർ തന്നെയാണല്ലോ, പുതിയ ആൾക്കാരൊന്നും ഇല്ലല്ലോ. അല്ല, ഇതിലിപ്പോ കാണുന്ന സിംഹഭാഗം ആൾക്കാർ നമ്മളെ ദേവിമാമി പഠിച്ച ആൾക്കാരാണല്ലോ. അവരപ്പോ എന്താ പഠിപ്പിക്കണ? ആണ്. ഞാൻ ഇങ്ങോട്ട് പഠിക്കുകയാണോ വേണ്ടതെന്നാണ് സംശയം. പുതിയ ആൾക്കാരൊന്നും ഇല്ലേ? പുതിയ ക്ലാസ് ആൾക്കാരുണ്ട് ശ്രീനാഥ്ജി, പുതിയ ആൾക്കാരുണ്ട്. കുറച്ച് പേരൊക്കെ ഉണ്ട്, പക്ഷെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിൽ മിക്കവാറും കഴിഞ്ഞ പഴയ ആൾക്കാർ തന്നെയാണ്. പിന്നെ ചിലരൊക്കെ യൂട്യൂബ് ലിങ്ക് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ എനിക്കത് ഇടാൻ പറ്റിയില്ല. ശ്രീനാഥ്ജി കയറിയാലേ നടക്കുമായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ തൽക്കാലം സൂമിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ട് ലിങ്ക് അയച്ചു കൊടുക്കാൻ വിചാരിച്ചു. ഇന്നിപ്പോ ഒരു രക്ഷയില്ല. ഞാനേ സത്യം പറഞ്ഞ രാവിലെ 5:30 അവിടെ എത്തി. ഞാനൊരു 5 മിനിറ്റ് കിടന്നേനെ, ഉറങ്ങിപ്പോയി. അങ്ങനെ ഇപ്പൊ ഞെട്ടി വന്നതാ. ശ്രീനാഥ്ജി പെട്ടെന്നൊന്ന് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് എക്സിറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഒരു ഇൻട്രൊഡക്ഷൻ ഓക്കെ. തുടക്കം ആകട്ടെ. അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന ഇങ്ങനെ ഒളിച്ചും പാത്തും ഇങ്ങനെ സൈഡിൽ കൂടി വന്ന് കേട്ടിട്ട് സ്മൂത്ത് ആയിട്ട് നടക്കണ്ടെങ്കിൽ ഇറങ്ങി പോകാൻ വിചാരിച്ച് വന്നേനു. പിടിച്ചുപോയി. പിന്നെ വന്ന സ്ഥിതിക്ക് നടക്കട്ടെ. അപ്പം എന്തായാലും നമസ്കാരം. ഈ പഴയ ആൾക്കാരോടല്ല, പുതിയ ആൾക്കാരോടാണ്. പുതിയ ആൾക്കാരെയായിരിക്കും ഇങ്ങനെയാണോ ക്ലാസ് നല്ല കുറച്ചുകൂടെയൊക്കെ ഞങ്ങൾ നന്നായി എടുക്കാറുണ്ട്. പിന്നെ പരിചയമുള്ള ആൾക്കാർ ദേവി മഹാത്മ്യം പഠിക്കുക എന്നുള്ളത് ഒരു വലിയ യാത്ര തന്നെയാണ്. അപ്പൊ അത് എല്ലാരും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മള് നീട്ടി വെക്കാതെ ഓരോ ദിവസവും പഠിപ്പിക്കുന്ന സാധനങ്ങള് അതാത് ദിവസം തന്നെ പഠിച്ച് പോവുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമാണ്. ദേവി മഹാത്മ്യം പുസ്തകം തുറന്നു നോക്കുമ്പോ അതിലെ ശ്ലോകം കാണുന്ന സമയത്ത് ആദ്യം ഇതൊക്കെ എനിക്ക് 3 ആൾക്കാർ തലകറങ്ങി വീണുണ്ട് ദേവി മഹാത്മ്യം കണ്ടിട്ട് ആദ്യമായിട്ട്. കാരണം അതൊരിക്കലും അവർക്ക് ചെല്ലാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ 3 ആൾക്കാര് ഇന്ന് അതിഗംഭീരമായിട്ട് ദേവി മഹാത്മ്യം പഠിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോ ഇതുവരെ ഒന്നും ഉദ്ദേശമല്ല പറഞ്ഞത്, വേറെ ചില ആൾക്കാർ ഉദ്ദേശിച്ച ഓരോ അതിഭംഗിയായിട്ട് ദേവി മഹാത്മ്യം ചൊല്ലുകയും പഠിപ്പിക്കുകയും അത് നന്നായിട്ട് ചൊല്ലുകയും ചെയ്യുന്നുണ്ട്. അതായത് ഏറ്റവും ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങള് പക്ഷെ ഒരാൾ പറഞ്ഞു തന്നാല് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. പറഞ്ഞു തന്നാല് സ്വന്തം ഒരിക്കലും ദേവി മഹാത്മ്യം പഠിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്ക് അത് എവിടെയാണ് മുറിക്കേണ്ടതെന്ന് മനസ്സിലാവില്ല. എന്നാലൊന്ന് മുറിക്കാൻ
പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടോ മൂന്നോ നാലോ ക്ലാസ്സിലെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മള് സംസ്കൃത ശ്ലോകങ്ങൾ വായിക്കാനുള്ള ഒരു ഭയങ്കര സ്കില്ല് നമ്മളെ ഉള്ളിലുണ്ടായി വരും. പിന്നെ ഏത് ശ്ലോകവും നമുക്ക് വായിക്കാൻ പറ്റും. അത് നമ്മളെ ബ്രെയിനും നമ്മളെ കണ്ണും സംസ്കൃത അക്ഷരങ്ങളോട് ഒരു അന്തർധാര ശക്തമാവാനുണ്ട്. അത് അന്തർധാര ശക്തമായാൽ പിന്നെ അത് നോക്കുന്ന സമയത്ത് നമ്മളെ ആ ഇമേജിനെ കാണുമ്പോഴേക്കും എന്താണെന്ന് നമുക്ക് വായിക്കാൻ പറ്റും. അത് മാത്രമല്ല, സംസ്കൃതം പഠിക്കാനും ശ്ലോകങ്ങൾ ചൊല്ലാൻ പഠിക്കാനും ഏറ്റവും നല്ലത് ദേവി മഹാത്മ്യം. കാരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഭാഷാ പഠനമാണ്. സംസ്കൃതം പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഉള്ളിലൊരു സംസ്കാരം ഉണ്ടാവും. ഈ ഭാഷ വലിയൊരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിലെ ദേവി മഹാത്മ്യത്തിന് ഭാഷ ഉണ്ട്. അപ്പൊ അത് ഭാഷ പഠിക്കണം, സംസ്കൃതം തന്നെ പഠിക്കണം എന്ന് പറയുന്നതാ. ഓരോ മന്ത്രങ്ങളും ഓരോ വരിയിലും അനേകം ബീജാക്ഷരങ്ങളുണ്ട്. അനേകം ബീജാക്ഷരങ്ങളെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ 12-ലധികം ചെല്ലുമ്പോഴേക്കും 12 രഹസ്യ ബീജാക്ഷരങ്ങൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞു, നമ്മൾ പോലും അറിയാതെ. അങ്ങനെ ക്രമാനുഗതമായി മന്ത്രങ്ങളെ അടുക്കി പെറുക്കി വെച്ച് ഒരു കഥ പറയുന്നത് പോലെ പറഞ്ഞു പോയതാണ്. നമ്മളെ ശ്രദ്ധ മുഴുവൻ കഥയിലായിരിക്കും. ആ കഥ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ശ്ലോകം മാത്രം ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് ചെല്ലാൻ പറ്റില്ല. പക്ഷെ ഇതൊരു കഥ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ അറിയാതെ ആ കഥ പറയുമ്പോൾ ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. അപ്പം ദേവി മഹാത്മ്യം പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു പുണ്യമാണ്. കാരണം ദേവീന്റെ അപാരമായ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. ദേവി മഹാത്മ്യം പുസ്തകം കയ്യിലെടുക്കണമെങ്കിൽ തന്നെ കോടാനുകോടി ജന്മത്തെ പുണ്യമാണെന്നാ പറയാ. പിന്നെയല്ലേ അത് വായിക്കേ. നമ്മളത് വായിക്കാനല്ല, നമ്മളത് പഠിക്കാൻ പോവുകയാണ്. അതില് 700 മന്ത്രങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അംഗങ്ങള് ഇതും പ്രധാനപ്പെട്ട. ഇതൊന്നും നിത്യം പാരായണം ചെയ്യാൻ പല തിരക്കുകൾ കാരണം നമുക്ക് പറ്റില്ല. അപ്പൊ സപ്തശ്ലോകി ദുർഗ ചൊല്ലിയാൽ മതി, അതിന് സിദ്ധകുഞ്ചിക ചൊല്ലിയാൽ മതി. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ 5-11 അധ്യായങ്ങൾ ചൊല്ലിയാൽ മതി. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ ദേവി മഹാത്മ്യത്തിലുണ്ട്. അപ്പൊ അത് വിധിയാവണ്ണം പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ പുണ്യാണ്, വലിയൊരു ഭാഗ്യമാണ്. എന്തായാലും ദേവി മഹാത്മ്യം അനേക പ്രാവശ്യം ദേവി മഹാത്മ്യം ചൊല്ലിയും സമ്പൂർണ്ണ പാരായണം ചെയ്തും ചണ്ഡിക യാഗം ചെയ്തും അനേകം പ്രാവശ്യം ചണ്ഡിക യാഗം ചെയ്ത പരിചയമുള്ള, സ്വന്തം നിലയ്ക്കും അല്ലാതെയൊക്കെ പരിചയം ചെയ്ത ദേവിദാസ് ഹരിതയാണ് നമ്മളത് പഠിപ്പിക്കുന്നത്. വലിയൊരു പ്രയത്നം അതിന്റെ പിന്നില്. അപ്പം എന്തായാലും വലിയ വലിയ അഭിമാനം, സന്തോഷമൊക്കെ നമുക്കത് പഠിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാല് അതൊരു വലിയൊരു ഭാഗ്യമാണ് ചെല്ലാൻ പറ്റുക എന്നുള്ളത്, പഠിക്കുക എന്നുള്ളത്. അപ്പൊ അതാത് ദിവസം എടുക്കണം. നമുക്ക് ഇഷ്ടമായ സമയമുണ്ട്. ഒരു ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അത് പഠിക്കാനുള്ള സമയമുണ്ട്. ആ സമയത്ത് അതിങ്ങനെ ചൊല്ലി 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 അനേക പ്രാവശ്യം ചൊല്ലിപ്പോയാൽ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മളൊരു എക്സ്പേർട്ട് ആയി മാറാൻ പറ്റും. നീട്ടി വെച്ചാൽ പിന്നെ ആവാം, ഇതല്ലല്ലോ ഇതും അതും കൂടി അടുത്ത പ്രാവശ്യം ആവാം, മറ്റതും കൂടി അടുത്ത പ്രാവശ്യം ആവാന്ന് പറഞ്ഞാൽ പിന്നെ അയ്യോ ഇതല്ലോ എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വലിയ ഇതിലേക്ക് വരും. സാധാരണ ചെല്ലാൻ മാത്രം പഠിപ്പിക്കലോടെ ദേവിദാസ് സാമാന്യ അർത്ഥവും കൂടി പറഞ്ഞു പോകും. നമുക്കതിനെ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ വലിയ എളുപ്പമാണ്. എന്തായാലും വലിയ സന്തോഷം. നമുക്ക് എല്ലാവർക്കും കൂടി അടുത്ത് തന്നെ കാണാൻ സാധിക്കട്ടെ. ദേവി മഹാത്മ്യം പഠിക്കുന്ന ഗ്രൂപ്പിന് നമ്മളൊരു ഫാമിലി ആയിട്ടാണ് പറയാറ്. ഇതൊരു വലിയ കുടുംബമായി മാറും. നമ്മളെ എല്ലാവരും ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് മാറും. അങ്ങനെ ധാരാളം കുടുംബങ്ങളുണ്ട് അവിടെ. എന്തായാലും ഇതിലുള്ള കുറെ പേര് ഇതിൽ എക്സ്പേർട്ടാണ്. കാരണം ദേവി മഹാത്മ്യം നമ്മളൊരു പുസ്തകം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിച്ചപ്പോൾ അതിലെ ശ്ലോകങ്ങൾ ചൊല്ലാനും എഡിറ്റ് ചെയ്യാനും അത് നോക്കാനും ഒക്കെ പ്രാപ്തിയുള്ളവരാണ് ഈ ഗ്രൂപ്പിലുള്ളവർ. അത് ചില്ലറ കാര്യമല്ല. ഒരു ശ്ലോകം എഡിറ്റ് ചെയ്യുക, അത് പ്രൂഫ് വായിക്കുക എന്നുള്ളതൊക്കെ സാധിക്കണമെങ്കിൽ അതിൽ അത്ര എക്സ്പേർട്സ് ആയിരിക്കണം. അത്ര എക്സ്പെർട്ട് അല്ലെങ്കിൽ ആ തലത്തിലേക്ക് എത്തിയവരാണ് ഇവരൊക്കെ. സാധാരണ പോലെ കൂട്ടി വായിക്കാൻ ബുദ്ധിമുട്ടുള്ള
ദേവി മഹാത്മ്യം കണ്ടപ്പോ തല ഉറ്റി വീണ 3 ആൾക്കാരിൽ പെട്ട ആൾക്കാരാണ് ഇതിനകത്തുള്ള എല്ലാവരും. പക്ഷെ ഇപ്പൊ അവര് ദേവി മഹാത്മ്യം പുസ്തകം എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് സ്വപ്രയത്നം കൊണ്ട്. അതിനൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്. സപ്പോർട്ട് ധാരാളമായിട്ട് ഹരിതന്റെ അടുത്തുനിന്നും ദേവിദാസിന്റെ അടുത്തുനിന്നും കിട്ടും. നിങ്ങളെ സഹായിക്കാൻ വലിയൊരു ടീം തന്നെ പിന്നിലുണ്ട്. എല്ലാ ശനിയാഴ്ച നമുക്ക് സമ്പൂർണ്ണ പാരായണമുണ്ട്. ധാരാളം സാധ്യതകൾ കയറി ഇറങ്ങാൻ വിചാരിച്ചാണ്. എന്തായാലും കണ്ടതിൽ വലിയ സന്തോഷം. ദേവീന്റെ കഥ പറയാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല, അതിങ്ങനെ പോയിക്കൊടുക്കും. എന്തായാലും വലിയ സന്തോഷം. നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ കാണാൻ വിചാരിക്കും. ശരി, നമസ്തേ. ഗുരുപരമ്പരയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു ശ്രീനാഥ്ജി. ഇപ്പോഴാണ് സമാധാനമായ. ഇത്രയും നേരം ഒരു നൂല് പൊട്ടിയ പട്ടം പോലെയായിരുന്നു. ഒരു സ്റ്റേഷൻ കിട്ടാതെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇപ്പം പറഞ്ഞത് ശരിക്കും ദൃഷ്ടാന്തമായില്ലേ. നമ്മള് എന്താ പറയാ, ഗുരുപരമ്പരയെ നമ്മള് എന്താ പറയാ ഓർത്താല് നമുക്കൊരു എനർജി കിട്ടുമെന്ന് പറയുന്ന കാര്യം തന്നെ അത് വിചാരിക്കുമ്പോൾ തന്നെ ശ്രീനാഥ്ജി വരികയും ചെയ്തു. എന്തായാലും അതൊരു വലിയ ദൃഷ്ടാന്തമായി ആക്ച്വലി. എന്തായാലും നല്ല കാര്യം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് നമുക്ക് നല്ല കിടക്കാം. ഇവിടെ ഇവിടെ അച്ഛനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛനൊക്കെ ഡിന്നർ കൊടുക്കേണ്ടൊക്കെ സമയമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഓടിപ്പോണത്. അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ ഒന്നും കൂടി ചൊല്ലാം, എന്നിട്ട് നമുക്ക് നോക്കാം. യാ ശ്രീ സ്വയം സുഹൃദിനാം ഭവനേഷ്വലക്ഷ്മീ പാപാത്മനാം കൃതദിയാം ഹൃദയേഷു ബുദ്ധി ശ്രദ്ധാ സദാം കുലജന പ്രഭവസ്യ ലജ്ജാ താത്വാം നദാഹ സ്മ പരിപാലയ ദേവി വിശ്വം. ഓക്കെ. അപ്പൊ ആരാണ് ഒരാള് കഴിഞ്ഞ പ്രാവശ്യമില്ലാത്ത ഒരാള്? സുമേഷ് ഗോപാൽ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ചൊല്ലിത്തരാം. ആദ്യത്തെ 2 ലൈൻ ചൊല്ലിത്തരാം, എന്നിട്ട് അതുപോലെ ഒന്ന്. യാ ശ്രീ സ്വയം സുഹൃദിനാം ഭവനേഷ്വലക്ഷ്മീ പാപാത്മനാം കൃതദിയാം ഹൃദയേഷു ബുദ്ധി. या श्री स्वयं सुहृदिनां भवनेष्वलक्ष्मी पापात्मनां कृतधियां हृदयेषु बुद्धिः. പാപാത്മനാം കൃതധിയാം ഹൃദയേഷു ബുദ്ധി. पापात्मनां कृतधियां हृदयेषु बुद्धिः. ഒന്നുകൂടി ചൊല്ലാം. യാ ശ്രീ സ്വയം സുഹൃദിനാം ഭവനേഷ്വലക്ഷ്മീ പാപാത്മനാം കൃതദിയാം ഹൃദയേഷു ബുദ്ധി. या श्री स्वयं सुहृदिनां भवनेष्वलक्ष्मी पापात्मनां कृतधियां हृदयेषु बुद्धिः. അടുത്തതും കൂടി നമുക്ക് ചൊല്ലാം. ശ്രദ്ധാം സദാം കുലജന പ്രഭവസ്യ ലജ്ജാ താത്വാം നദാസ്മ പരിപാലയ ദേവി വിശ്വം. श्रद्धा सदां कुलजन प्रभवस्य लज्जा तात्वां नतास्म परिपालय देवि विश्वം. താങ്ക് യു. ഇനി വേറൊരാള്? ശ്രീജിത്ത് കടവിൽ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഞാൻ പുറത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ലളിത നായർ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഓക്കെ, ഞാൻ ചൊല്ലിത്തരാം ആദ്യത്തെ 2 വരി. യാ ശ്രീ സ്വയം സുഹൃദിനാം ഭവനേഷ്വലക്ഷ്മീ പാപാത്മനാം കൃതദിയാം ഹൃദയേഷു ബുദ്ധി. യാ ശ്രീ സ്വയം സുഹൃദിനാം ഭവനേഷ്വലക്ഷ്മീ പാപാത്മനാം കൃതദിയാം ഹൃദയേഷു ബുദ്ധി. ശ്രദ്ധാം സദാം കുലജന പ്രഭവസ്യ ലജ്ജാ താത്വാം നദാഹ സ്മ പരിപാലയ ദേവി വിശ്വം. ശ്രദ്ധാം സദാം കുലജന പ്രഭവസ്യ ലജ്ജ താം ത്വാം നദാ സ്മ പരിപാലയ ദേവി വിശ്വം. ചൊല്ലാറുണ്ടോ ഇത് മുന്നേ? ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നു നേരത്തെ. അതെ, അതെന്റെ ഭാഗത്ത് പറ്റിയ തെറ്റാണെന്ന് പറഞ്ഞു. സോറി. ഗോപൻ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഞാൻ ചൊല്ലിത്തരാം. യാ ശ്രീ സ്വയം സുഹൃദിനാം ഭവനേഷ്വലക്ഷ്മീ പാപാത്മനാം കൃതദിയാം ഹൃദയേഷു ബുദ്ധി.
या श्री स्वयं सुकृतिनां भवनेश्वलक्ष्मी पापात्मनां कृतनित्यां हृदयेषु बुद्धि ശ്രദ്ധാം സദാം കുലജനപ്രഭവസ്യ ലജ്ജാ താ ത്വാം നദാ സ്മ പരിപാലയ ദേവി വിശ്വം. श्रद्धा सतां कुलजनप्रभवस्य लज्जा तात्वां नता स्म परिपालय देवि विश्वम् ആ ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ സാമാന്യ അർത്ഥം ഒന്ന് ഗോപൻ മ്യൂട്ട് ചെയ്തോളൂ. ഇതിൻ്റെ അത് കുറച്ച് പേര് അറ്റ്ലാന്റയിൽ നിന്നുള്ളതുണ്ട്, ഒരു 5-10 പേര് അറ്റ്ലാന്റയിൽ നിന്നുണ്ട്. അവരോട് എനിക്കൊരു പ്രത്യേക സ്നേഹം ചിലപ്പോൾ കണ്ടുവരും. കഴിയുന്നത് കാണിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്കൊന്ന് പോവാം. യാ ശ്രീ സ്വയം, നമ്മൾ അർത്ഥം നോക്കുമ്പോൾ നമ്മളിത് പിരിച്ചെടുക്കും. അപ്പോൾ നമ്മൾ പിരിക്കുമ്പോൾ യാ ശ്രീ സ്വയം സുഹൃതിനാം ഭവനേഷു എന്നാണ്. ഭവനേഷു അലക്ഷ്മി എന്നുള്ളത് നമ്മൾ പിരിച്ച് ഭവനേഷു അലക്ഷ്മി എന്നാണ് നമ്മൾ അർത്ഥം നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ എങ്ങനെ വരുമെന്ന് വെച്ചാൽ യാ ശ്രീ സ്വയം സുഹൃതിനാം ഭവനേഷു എന്നാണ്. അങ്ങനെ നോട്ട് ചെയ്യണ്ട, അത് അവിടെ എഴുതി വെക്കൊന്നും വേണ്ട, മനസ്സിൽ വെക്കുകയാണ് വേണ്ടത്. ഇനി ഭവനേഷു അലക്ഷ്മി എന്ന് ചൊല്ലരുത്, ഭവനേഷു അലക്ഷ്മിയാണ്. അത് കൂട്ടി വരുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ അർത്ഥം പറയാൻ വേണ്ടി നമ്മൾ അങ്ങനെ പിരിച്ചു വെക്കും. നമ്മൾ യാ ശ്രീ സ്വയം സുഹൃതിനാം ഭവനേഷു എന്നാണ്. അലക്ഷ്മി പാപാത്മനാം എന്നാണ്. അതായത് എങ്ങനെയാണോ സുഹൃതികളുടെ വീട്ടിൽ സ്വയം സ്ത്രീയായിരിക്കുന്നത്, അല്ല ആരാണോ ആരാണോ സുഹൃതികളുടെ വീട്ടിൽ ലക്ഷ്മിയായി സ്ത്രീയായിരിക്കുന്നവൾ ആരാണോ, അതുപോലെ തന്നെ പാപികളുടെ പാപം ചെയ്യുന്നവരുടെ വീട്ടിൽ അലക്ഷ്മിയായിരിക്കുന്നവൾ ആരാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. യാ ശ്രീ സ്വയം സുഹൃതിനാം ഭവനേഷു ലക്ഷ്മി പാപാത്മന, അവിടെ വരെ എടുത്താൽ അതിൻ്റെ അർത്ഥം യാ ശ്രീ സ്വയം സുഹൃതിനാം ഭവനേഷു എന്നുള്ളത് മുറിച്ച് അലക്ഷ്മി പാപാത്മനാം എന്നാക്കി തിരിച്ചാൽ നമ്മൾ അർത്ഥം നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ആരാണോ സുഹൃതികളുടെ വീട്ടിൽ ഭവനത്തിൽ ലക്ഷ്മി സ്ത്രീയായിരിക്കുന്നത്, അതുപോലെ പാപികളുടെ വീട്ടിൽ അലക്ഷ്മിയായിരിക്കുന്നത്. അപ്പൊ സുഹൃതികളുടെ വീട്ടിൽ ലക്ഷ്മി, പാപികളുടെ വീട്ടിൽ അലക്ഷ്മി എന്നുള്ളത്. അപ്പൊ രണ്ട് സ്ഥലത്തും ലക്ഷ്മിയുണ്ട്. സുഹൃതികളുടെ വീട്ടിലും ലക്ഷ്മിയുണ്ട്, പാപികളുടെ വീട്ടിലും ലക്ഷ്മിയുണ്ട്. അപ്പൊ ലക്ഷ്മി ഇല്ലാത്തൊരു സ്ഥലമില്ല. ഇത് രണ്ടല്ലേ ഉള്ളൂ, അല്ലെ? സുഹൃതികളും പാപികളും, ഇതിനെ നടുക്ക് നിൽക്കുന്ന പരിപാടി നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെയാണെന്നില്ല. അങ്ങനെയില്ല. ആക്ച്വലി ഒന്നിക്കൽ സുഹൃതികൾ അല്ലെങ്കിൽ പാപികൾ. നമുക്ക് സംസാരിക്കാം ആരാണ് സുഹൃതി ആരാണ് പാപി എന്ന്. പക്ഷെ അതിനു മുന്നേ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, രണ്ട് സ്ഥലത്തും ലക്ഷ്മിയുണ്ട്. അതായത് ലക്ഷ്മി ഇല്ലാത്ത സ്ഥലമില്ല, ദേവി ഇല്ലാത്ത സ്ഥലമില്ല. എല്ലാ സ്ഥലത്തും ദേവി ഉണ്ട് എന്നുള്ളതാണ്. ഭാവത്തിൽ മാത്രമേ വ്യത്യാസം. ഇന്ന് ഞാൻ ഭാവം എന്ന് പറയുന്ന വാക്ക് കുറെ ഉപയോഗിക്കുന്നുണ്ടല്ലേ. എന്തായാലും ചില ദിവസങ്ങൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് അങ്ങോട്ട് പോകും. എന്തായാലും ആ ആറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ എടുക്കാം. ഭാവത്തിലുള്ള വ്യത്യാസമാണ് ദേവി ഏത് രീതിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ദേവി ഉണ്ട് രണ്ട് സ്ഥലത്തും എന്നുള്ളത് ഇതൊരു പുതിയൊരു കോൺസെപ്റ്റാണ്. നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് ദൈവം ചെകുത്താൻ, ദൈവം സാത്താൻ. ദൈവം സാത്താനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു, സാത്താൻ ഇവിടെ കയറുന്നു, ദൈവമില്ല അവിടെ എന്നുള്ളതാണ്. നമ്മുടെ സംസ്കാരത്തിൽ അങ്ങനെയില്ല. നമ്മുടെ സംസ്കാരത്തിൽ എല്ലാം ദേവിയാണ്, അല്ലെങ്കിൽ ശിവൻ. ആരാണോ നിങ്ങളുടെ ഉപാസന ദേവത ദേവൻ, അവര് എല്ലാ സ്ഥലത്തും ദേവിയാണ്. ദേവി ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ എന്താണ് ഈ സുകൃതിയും പാപിയും എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കണം. ഈ നമ്മളെ കണക്കില് നമ്മുടെ കുറെ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇന്ന കാര്യങ്ങൾ സുകൃതികൾ, നല്ല കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ പാപം കർമ്മങ്ങൾ എന്നൊക്കെ നമ്മൾ മനസ്സിൽ നമ്മൾ കണക്കെടുത്തിൽ വെച്ചിട്ടുണ്ട്, അല്ലെ? നമ്മൾ ഒരുപാട് കണക്കെടുക്കുക. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ കൊല്ലുന്നു, അതെന്താണ്? പാപകർമ്മമാണോ നല്ല കർമ്മമാണോ? പാപകർമ്മം എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു സൈന്യം ഒരു ടെററിസ്റ്റിനെ കൊല്ലുന്നതാണെങ്കിലോ അതും കൊല്ലൽ തന്നെയാണല്ലോ. പക്ഷെ അവിടെ എന്താ അപ്പൊ നിങ്ങൾ ഒരു കോണ്ടെക്സ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ അതാണ്
കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ മാറുന്നില്ലേ, അല്ലേ? എവിടെയാണ് എന്തിനാണ് അത് ചെയ്യുന്നത് എന്നനുസരിച്ച്, കർമ്മത്തിനല്ല, എവിടെയാണ് എന്തിനാണ് അത് ചെയ്യുന്നത് അനുസരിച്ച് വ്യത്യാസം വരും. നമ്മുടെ മഹാഭാരതത്തിലൊരു ഒരു ആ, ആ, കഥയില്ലേ, ഗംഗ, എന്താ പറയാ, കുട്ടികളെ ജനിച്ച ഉടനെ കുട്ടികളെ കടലിൽ മുക്കിക്കൊല്ലുന്ന കഥ. ഒരു അമ്മ ജനിച്ച ഉടനെ കുട്ടികളെ കടലിൽ മുക്കിക്കൊന്നാൽ നമ്മൾ എന്താണ് പറയാ? ഇത്രയും തോന്നിവാസം, ഇത്രയും ഹീനമായ പാപകർമ്മം വേറെ ഇല്ല എന്നല്ലേ നമ്മൾ പറയാം ആക്ച്വലി. പക്ഷേ നമ്മൾ അതിന്റെ കാലത്തിന്റെ ആ ക്യാൻവാസ് കുറച്ചൊന്ന് നമ്മളൊന്ന് വൈഡൻ ചെയ്താൽ, അല്ലെങ്കിൽ കുറച്ചൊന്ന് ബ്രോഡൺ ചെയ്താൽ നമുക്ക് അതിന്റെ കഥ മനസ്സിലാവും. ഈ ഗംഗയുടെ മക്കളായി ജനിച്ചതൊക്കെ അഷ്ടവസുക്കളായിരുന്നു. ഈ അഷ്ടവസുക്കൾ മുമ്പ് ഏത് മുനിയാണ്, വസിഷ്ഠനാണെന്ന് തോന്നുന്നു, ഏതോ മുനിയുടെ ആശ്രമത്തിൽ കയറുകയും അവിടെയുണ്ടായിരുന്ന പശുക്കളെ കക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയും, അപ്പോൾ അത് കണ്ടുപിടിച്ച മുനി അവരെ ശിക്ഷിക്കുകയാണ്, അവരെ ശപിക്കുകയാണ് ചെയ്തത്. എന്തായിരുന്നു ശാപം? നിങ്ങൾ മനുഷ്യനായി ജനിക്കട്ടെ എന്നാണ് ശാപം. അപ്പൊ അത്രയും മോശമാണ് നമ്മുടെ അവസ്ഥ. നിങ്ങൾ മനുഷ്യനായി ജനിക്കട്ടെ എന്നതായിരുന്നു അവർക്ക് കിട്ടിയ ശാപം ആക്ച്വലി. അപ്പൊ ഒരു ഡിമോഷൻ ആയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അവർക്ക് തീരെ താല്പര്യമില്ല ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർ പറഞ്ഞു, അയ്യോ നമ്മൾ അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അപ്പൊ മുനി പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന്റെ കാഠിന്യം ഒന്ന് കുറയ്ക്കാം. അതാണ് നമ്മുടെ മുനിമാരുടെ ഒരു നമ്മുടെ തപസ്വികളുടെ ഒരു പ്രത്യേകത. സ്നേഹം കൊടുക്കാനും തിരിച്ചെടുക്കാനും, അതുപോലെ ശിക്ഷ കൊടുക്കാനും ശിക്ഷ തിരിച്ചെടുക്കാനുമുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. അപ്പൊ അവര് വസിഷ്ഠനാണ് എന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണെങ്കിൽ ഈ കഥകളിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഇതൊക്കെ ജസ്റ്റ് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടാവുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറിപ്പോട്ടാം. പക്ഷെ എന്തായാലും ആ മഹർഷീശ്വരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ജനിച്ച കുറച്ച് നേരമേ നിങ്ങൾ മനുഷ്യനായി ജീവിക്കേണ്ടി വരുള്ളൂ. അതിനുശേഷം നിങ്ങളെ തിരിച്ച് ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വരാം എന്നാണ് അവർക്ക് കൊടുത്തിരുന്ന വരം. ശാപ മോക്ഷം അതായിരുന്നു ആക്ച്വലി. അപ്പൊ അങ്ങനെയാണ് ഇവർ ഗംഗയുടെ മക്കളായി ജനിക്കുകയും, ഗംഗ ആ പ്രീ പ്ലാൻഡ് പദ്ധതിയുടെ പ്രകാരം ഗംഗയെ അവരെ മുക്കിക്കൊല്ലുകയാണ് ചെയ്തത്. ഇപ്പൊ നോക്കുമ്പോൾ ഗംഗ ചെയ്തത് പാപകർമ്മമാണോ നല്ല കർമ്മമാണോ? അത്ര പാപമായിട്ട് എനിക്ക് തോന്നില്ല. അത് കാലത്തിന്റെ ക്യാൻവാസ് എടുത്ത് നോക്കുമ്പോൾ അത് നടക്കേണ്ടതാണ്. അങ്ങനെ നടന്ന അഷ്ടവസുക്കൾ രക്ഷപ്പെടണ്ടേ? ഇതുപോലെ തന്നെയാണ് അഭിമന്യുടെയും. അഭിമന്യു ആരുടെ പുത്രനാണ്? ചന്ദ്രന്റെയാ, സൂര്യന്റെ, ആരുടെ പുത്രനായിരുന്നല്ലോ. അപ്പോ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാനാകുമ്പോൾ എന്താണ്? അല്ല, അതെ, അത് മഹാഭാരതത്തിൽ അതിന് മുന്നേ, അതായത് പറഞ്ഞു വരുന്നത്, കുരുക്ഷേത്രത്തില് യുദ്ധം തുടങ്ങാനാകുമ്പം പോയിട്ട് പറഞ്ഞു, കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിൽ എല്ലാവരുടെ വക കോൺട്രിബ്യൂഷൻ വേണമെന്ന് പറഞ്ഞു, എല്ലാ ദേവന്മാരും വക കോൺട്രിബ്യൂഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാ ദേവന്മാരും അവരവരെ മക്കളെ കൊടുക്കാൻ ഒക്കെ. അപ്പൊ അഭിമന്യു, എന്റെ ഓർമ്മ ചന്ദ്രനാണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതെ, ചന്ദ്രൻ. അപ്പം ചന്ദ്രനാണെങ്കിൽ മകനെ വിട്ട് നിൽക്കാൻ തീരെ പറ്റില്ല. എന്നെ കൂടെ പറ്റില്ല പറഞ്ഞു. ബാക്കി ആരുടെ അടുത്ത് വേണം ചോദിച്ചു, അപ്പുറത്തെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, നെയ്ബേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചു, ഞാൻ തരില്ല പറഞ്ഞു. പക്ഷെ ഇത് പറ്റില്ല, അത് എല്ലാവരും കൊടുക്കണം. അപ്പൊ ചന്ദ്ര പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കുറച്ചു നേരത്തേക്ക് ഞാൻ വിട്ടു തരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അഭിമന്യു വരുന്നതും. പക്ഷെ അഭിമന്യുവിന് തിരിച്ചു പെട്ടെന്ന് പോകേണ്ടത് കൊണ്ടാണ് ചക്രവ്യൂഹത്തിന്റെ ഉള്ളിൽ പെട്ടിട്ട് മരിച്ച് കൊന്ന് അഭിമന്യു തിരിച്ചു പോയത്. ഇവിടെ കുറച്ച് കൊല്ലങ്ങളാണെങ്കിലും ആ ചന്ദ്രന് മിക്കവാറും ബാത്റൂം പോയി വരുന്ന സമയം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അത്ര കുറച്ച് സമയമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്ര സമയം മാത്രമേ ചന്ദ്രൻ മാറി നിന്നുള്ളൂ. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ കൗരവർ ചെയ്ത മഹാ തോന്നിവാസമാണ് അല്ലേ, ഇത്രയും ചെറുപ്പക്കാരനായ അഭിമന്യുവിനെ ആ ചക്രവ്യൂഹത്തിനുള്ളിൽ വെച്ച് പറ്റിച്ചു കൊന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ ആ കാലത്തിന്റെ ക്യാൻവാസ് വലുതാക്കി നോക്കുമ്പോൾ അങ്ങനെ പാപമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അത് നടക്കേണ്ട കാര്യമായിരുന്നു ആക്ച്വലി. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ സത്കർമ്മവും പാപകർമ്മവും ഒക്കെ നമ്മൾക്ക് മാത്രമേ ഉള്ളൂ. ഈ കാലവും എന്താ പറയാ, ദേശകാലം വെച്ചിട്ട് ചുരുക്കപ്പെട്ടിരിക്കുന്ന മായയുടെ പ്രഭാവത്തിൽ പെട്ടിരിക്കുന്ന നമ്മൾക്ക് മാത്രമേ ഈ സത്കർമ്മവും എന്താ പറയാ ദുഷ്കർമ്മവും ഒക്കെയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കർമ്മം മാത്രമേ ഉള്ളൂ. ഇനി നാളെ പോയിട്ടുള്ള തോന്നിവാസം മുഴുവൻ ചെയ്തിട്ട് ദേവി മഹാത്മ്യത്തെ പറയരുത്, അങ്ങനെയല്ല. പക്ഷെ
ശരിക്കും പറഞ്ഞാൽ കർമ്മമാണ്. നമ്മളെല്ലാവരും കർമ്മം ചെയ്യുന്ന വാസനാപ്രേരിതമായിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. നമുക്കിത് പലതും നമ്മൾ ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചെയ്യുകയും ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ചെയ്യാൻ പറ്റാറ് നമുക്കില്ല. അതൊന്നും നമ്മളെ കയ്യിലുള്ള കാര്യങ്ങളല്ല. നമ്മളൊക്കെ വാസനാപ്രേരിതം, മുജ്ജന്മാർജിതമായിട്ടുള്ള വാസനാപ്രേരിതമായിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സത്കർമ്മവും ദുഷ്കർമ്മവും എന്താണ് പിന്നെ എന്ന് പറയുന്നത്? ഇങ്ങനെ ഒരു സത്കർമ്മവും ദുഷ്കർമ്മവും, ഒരു ആബ്സല്യൂട്ട് സത്കർമ്മവും ദുഷ്കർമ്മവും ഇല്ലെങ്കിൽ പിന്നെ ആക്ച്വലി എന്താണ് സത്കർമ്മം ദുഷ്കർമ്മം? സുകൃതി, സുകൃതി എന്ന് പറഞ്ഞാൽ നല്ല കൃതി, കൃതി കർമ്മം ചെയ്യുന്നവർ ആരാണ്? ഇത് പറയുന്നത് സുകൃതി എന്ന് പറയുന്നത് എല്ലാം ദേവിയുടെ ഭാഗമാണ്, എല്ലാം ദേവിയാണ് എന്നറിഞ്ഞ് ചെയ്യുന്നത്, എല്ലാം ഈ സൃഷ്ടിശക്തിയുടെ ഭാഗമാണ് എന്നറിഞ്ഞെന്ന ബോധത്തോടു കൂടി ചെയ്യുന്നതാണ് സുകൃതി. സുകൃതി നല്ലവണ്ണം കർമ്മം ചെയ്യുക. എന്താണ് ഈ നല്ലവണ്ണം കർമ്മം ചെയ്യുക? ഇതൊന്നും എൻ്റെ കഴിവല്ല, ഇതൊന്നും എൻ്റെ കയ്യിലുള്ള കാര്യമല്ല, ഇതൊക്കെ എങ്ങനെയാണോ ഗംഗ, ഇത് എൻ്റെ കഴിവല്ല, ഞാനല്ല ചെയ്യുന്നതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്, അതിൻ്റെ ഭാഗമായി ഞാൻ നടക്കുന്നത്. ഗംഗയ്ക്ക് ഇത് അറിഞ്ഞിരുന്നോ നമുക്ക് അറിഞ്ഞൂടാ. ഗംഗയ്ക്ക് ചിലപ്പോൾ അതിനനുസരിച്ച് വാസന ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും ഗംഗയ്ക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അവിടെ ആക്ച്വലി. കാരണം അങ്ങനെ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിരുന്നു അത്. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഇവരൊക്കെ ഗംഗയുടെ ഗർഭപാത്രത്തിലേക്ക് കയറി വന്നത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, ഇത് മുഴുവനും ചെയ്യുന്നത് ദേവിയാണ്, നമ്മൾ ദേവിയുടെ ഭാഗമാണ് എന്ന ബോധത്തോടു കൂടി ചെയ്യുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ ഒരു 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 നാമമുണ്ട്, വക്തരലക്ഷ്മി പരീവാഹ ചലൻ മീനാവലോചന എന്ന് പറഞ്ഞിട്ട് ഒരു നാമമുണ്ട്. വളരെ രസകരമായിട്ടൊരു നാമമാണ് അത്. ദേവിയുടെ കണ്ണുകൾ പറയുന്നതാണ്. വക്തരലക്ഷ്മി പരീവാഹ ചലൻ മീനാവലോചന എന്ന, ദേവിയുടെ കണ്ണ് മീനിനെ പോലെയാണ് എന്ന് പറയുന്നതാണ്. കണ്ണിനെ കുറിച്ച്, കണ്ണിന്റെ ഷേപ്പിനെ കുറിച്ച് പറയുന്നത്. അത് കുറച്ചുകൂടി ഗഹനമായിട്ട് നമ്മൾ അർത്ഥം നോക്കുമ്പോൾ പറയുന്നത്, ഈ മീൻ എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നം കാണുമ്പം നമ്മൾ കണ്ണ് പകുതി അടച്ചിട്ടാണല്ലോ ഉണ്ടാവുക. റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെന്റ് ഉണ്ട്. നമ്മളെ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ റാപ്പിഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്. REM സ്ലീപ്പ് എന്നതിന് പറയും, റാപ്പിഡ് ഐ മൂവ്മെന്റ്. മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെയാണ് ശരിക്ക് ആ സമയത്ത് നമ്മുടെ കൃഷ്ണമണിയെ നോക്കിയാൽ കാണാൻ ആക്ച്വലി. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് ഭക്തലക്ഷ്മി പരിവാഹ മീനാപലോചന എന്ന് പറയുന്നതിന്റെ അർത്ഥം ദേവി സ്വപ്നം കാണുകയാണെന്നാണ് പറയുന്നത്. ദേവി സ്വപ്നം കാണുന്നത് കൊണ്ടാണ് ദേവിയുടെ കണ്ണ് മീനിനെ പോലെ, അല്ലെങ്കിൽ ദേവിയുടെ കണ്ണിന്റെ ഉള്ളിലെ കൃഷ്ണമണി മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ദേവി സ്വപ്നം കാണുന്നത്? ദേവി സ്വപ്നം കാണുന്നത് ഈ സൃഷ്ടിയാണ്. ദേവി സ്വപ്നം കാണുന്ന സൃഷ്ടിയാണ് ഇത് മുഴുവനും. നമ്മളൊക്കെയോ ദേവിക്ക് നമ്മൾ സ്വപ്നം എന്താ കാണുക? നമുക്ക് എന്തൊക്കെ ആവണം അതൊക്കെയാണ് നമ്മൾ സ്വപ്നം കാണുക. നമുക്കിപ്പം പ്രധാനമന്ത്രി ആവണമെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ പ്രധാനമന്ത്രിയായിട്ട് വരും അല്ലേ? അവിടുത്തെ നമ്മൾ ഹീറോ ആണ്. നമ്മുടെ സ്വപ്നത്തിൽ ഏറ്റവും വലിയ ഹീറോ എപ്പോൾ നമ്മളാണ്. ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ ആയെന്ന് വരില്ല, പക്ഷെ നമ്മുടെ സ്വപ്നത്തിൽ നമ്മളെപ്പം ഹീറോ. കാരണം നമുക്ക് ഹീറോ ആവാനാണല്ലോ, ഹീറോ ആവാൻ താല്പര്യമില്ല, ഹീറോയിൻ ആവാൻ താല്പര്യമില്ലാത്തതായിട്ട് ആരുമില്ല. പക്ഷെ നമ്മൾ അതിന് ഏറ്റവും ഒരു സേഫ് സ്പേസ് നമ്മളെപ്പം കാണും നമ്മളെ സ്വപ്നമാണ് ആക്ച്വലി അല്ലേ? നമ്മളെ സ്വപ്നത്തിലെ രാജാവാണ് നമ്മളെല്ലാവരും. അപ്പൊ ദേവിക്ക് എന്തൊക്കെ ആവണം? ദേവിക്കൊരു ദേവിദാസ് ആവണം, ദേവിക്കൊരു ഹരിതയാവണം, ദേവിക്കൊരു കൃഷ്ണപ്രസാദാവണം, ദേവിക്കൊരു ശുചിതയാവണം എന്നുള്ളത് കൊണ്ട് ദേവി സ്വപ്നം കാണുകയാണ്. ഇങ്ങനെ ഒരു ദേവിദാസിനെയും ഹരിതയെയും കൃഷ്ണപ്രസാദിനെയും ശുചിതയും ഒക്കെ ദേവി സ്വപ്നം കണ്ട് ദേവിയുടെ ആഗ്രഹം ദേവി തീർക്കുകയാണ് സ്വപ്നം കണ്ടിട്ട്. അപ്പോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ, ഈ ക്ലാസ് പോലും ഞാൻ പറഞ്ഞു ദേവിയോട് നടത്തുന്ന ആത്മകഥമാണ് ഇതെന്ന് പറഞ്ഞു. അത് ആ അർത്ഥത്തിൽ തന്നെ പറഞ്ഞു. ഈ ക്ലാസ് പോലും ദേവി കാണുന്ന സ്വപ്നമാണ് ആക്ച്വലി. ഈ സാധനാ സപര്യ പോലും ദേവി കാണുന്ന സ്വപ്നമാണ്. അപ്പൊ എല്ലാം ദേവിയാണ്. ദേവി ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ജീവിച്ച് പോവുകയാണ്. അപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല ആക്ച്വലി, ഒന്നും ചെയ്യാനില്ല. ദേവി സ്വപ്നം കാണും, ദേവി പറയും, അതുപോലെ അങ്ങോട്ട് ജീവിച്ചു പോവാം. എന്തുമാത്രം ഫ്രീഡമാണ് ആക്ച്വലി, എന്തുമാത്രം ടെൻഷനാണ്. ഇന്ന് രാവിലെ എണീച്ചിട്ടില്ല, ജപിച്ചിട്ടില്ല, തൊഴുതിട്ടില്ല, കുളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഫുൾ ടെൻഷനല്ല എല്ലാവർക്കും. ഇത് ഒരു പ്രശ്നമില്ല, കാരണം ദേവിക്ക് ഇന്ന് കുളിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളിന്ന് കുളിച്ചില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരുപാട് ഇതുപോലത്തെ തോട്ട്സ് നമുക്ക്
നമുക്ക് ഈ ദേവീ മഹാത്മ്യത്തിലൂടെ ലളിതാ സഹസ്രനാമവും ദേവീ മഹാത്മ്യം നമ്മുടെ സൗന്ദര്യ ലഹരി ഒക്കെ ഒരു ടെക്സ്റ്റാണ്. നമുക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. അപ്പൊ എന്തായാലും എന്താണ് സുകൃതി ദുഷ്കൃതി എന്ന് പറയുന്നത്? ഇതെല്ലാം ദേവിയാണ്. ദേവി കാണുന്ന സ്വപ്നമാണ് ഇത് മുഴുവൻ. മനസ്സിലായില്ലേ? ആ ബോധത്തോടെ കർമ്മം ചെയ്യുന്നതാണ് സുകൃതി. അങ്ങനെ ആ ബോധത്തോടെ കർമ്മം ചെയ്യുന്നവന്റെ വീട്ടിൽ ഫുൾ ടൈം ലക്ഷ്മി ആയിരിക്കും. ഒരു സംശയമില്ല. ലക്ഷ്മിക്ക് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. അവിടെ നിന്ന് ഫുൾ ടൈം ലക്ഷ്മി ആയിരിക്കും. ഒരു സ്ഥലത്തേക്ക് പോവില്ല, അവിടെ തന്നെ ഇരിക്കും. എന്നാൽ ഇത് ഈ ബോധമില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നവനെ എല്ലാം ഞാനാണ് എന്ന് ചെയ്യുന്നവന്റെ വീട്ടിൽ ആ ലക്ഷ്മി കയറി വരും, അബദ്ധങ്ങൾ കയറി വരും എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ സാരാംശം. നമ്മളിത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടും ഫസ്റ്റ് ശ്ലോകമായതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആക്കിയപ്പോൾ. നമ്മൾ ഇത്രയൊക്കെ ഡീറ്റെയിൽ പറയാൻ നമുക്ക് ശ്രമിക്കാം. നമ്മൾ സ്തുതികളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വിശദമായിട്ട് ഇത്രയും ഡീറ്റെയിലൊക്കെ പോവുക. കാരണം സ്തുതി എന്ന് പറയുന്ന ഒരു ഗംഭീര സംഭവമാണ്. നമുക്ക് ആദ്യത്തെ പ്രഥമ ചരിത്രത്തിലെ 1-ാം അധ്യായത്തെ ബ്രഹ്മാവിൻ്റെ ഒരു സ്തുതിയുണ്ട്. നമ്മൾ മധ്യമ ചരിത്രത്തിൽ 4-ാം അധ്യായത്തിൽ ശക്രാദയ സ്തുതി എന്നാണ് ഇവിടുന്ന് വരുന്നത്. നമ്മളിതിപ്പോൾ ഒന്ന് തുടങ്ങിയേ ഉള്ളൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇത്. ഒരു ആറ്റം ബോംബ് എന്നല്ല, ഇതൊരു ഉഗ്ര സംഭവമാണ് ആക്ച്വലി. പിന്നെ നമ്മൾ അങ്ങോട്ട് അവസാനത്തെ ചരിതം എടുക്കുമ്പം ദേവീ സൂക്തം ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോയി നാരായണീ സ്തുതി, 4 സ്തുതികളുണ്ട്. ആ സ്തുതികളൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് ഗംഭീരമായിട്ട് വിശദമായിട്ട് നമുക്ക് സംസാരിച്ച് പോവാം. ആക്ച്വലി ഈ ദേവീ മഹാത്മ്യം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഇപ്പൊ മഹിഷാസുരനെ കുറിച്ച് നമ്മളൊന്ന് സംസാരിച്ചു. എങ്ങനെയാണ് ശക്രാദയ സ്തുതി എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ സംസാരിച്ചു. നമ്മൾ ഈഗോയെ എങ്ങനെയാണ് പല പല രൂപങ്ങളിലും വരും. നമ്മൾ ജലസി മാറി ദേഷ്യമാവുന്നതും, ദേഷ്യം മാറി എന്താ പറയുക ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ സുപ്പീരിയോറിറ്റി കോംപ്ലക്സോ ഡിപ്രഷനോ അങ്ങനെയൊക്കെ ആയി മാറുന്നത് നമ്മൾ സംസാരിച്ചു. ഈ ദേവീ മഹാത്മ്യം ആക്ച്വലി നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ചരിതങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇത് ആക്ച്വലി ഒരു പ്രോബ്ലം സോൾവിങ് മാനുവലാണ്. ആക്ച്വലി നമ്മൾ ഈ കോർപ്പറേറ്റിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതറിയാം. ഈ പ്രോബ്ലം സോൾവിങ്, ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ്സ് ഉണ്ടാവും. അതായത് നിങ്ങൾ എവിടെ നിന്ന് ഫ്രം ദ ടോപ്പ് തുടങ്ങി ഏതൊക്കെ സ്റ്റെപ്സ് ഒക്കെ എടുക്കണം, എങ്ങനെയാണ് നിങ്ങൾ സോൾവിങ് മോഡൽസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ നമ്മളെ മഹർഷീശ്വരന്മാരെ കണ്ടുപിടിച്ച ക്രോഡീകരിച്ച പ്രോബ്ലം സോൾവിങ് മോഡൽസ് ആണ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് ഈ ദേവീ മഹാത്മ്യം എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ ചരിതങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഓരോരോ വികാരങ്ങൾ അല്ലെങ്കിൽ ഓരോരോ ചിന്തകൾ അതെങ്ങനെ കടന്നു പോകാം, എങ്ങനെ അതിനെ നമുക്ക് ഒരു എന്താ പറയുക കോൺകർ ചെയ്യാം എന്ന് പറയുന്ന വാക്ക് കറക്റ്റ് അല്ല. നമ്മൾ ആക്ച്വലി അതിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ ഉയർത്തിവിടാനുള്ള ഒരു പ്രേരക ശക്തിയാക്കി മാറ്റാം എന്നുള്ളതൊക്കെ കാണിച്ചു തരുന്ന ഒരു പ്രോബ്ലം സോൾവിങ് മോഡലാണ്. ആക്ച്വലി നമ്മൾ ഈ സാധന സബരിയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക ആ ഒരു മോഡലിലാണ് കൊണ്ടുപോവുക. ഇത് മൊത്തം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു വാറായിട്ട് കണ്ട് അതെങ്ങനെ നമ്മുടെ ഉള്ളിൽ മധുകൈടവന്മാരെന്ന് പറഞ്ഞ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും സുപ്പീരിയോറിറ്റി കോംപ്ലക്സാണ് നമ്മുടെ ഉള്ളിലുള്ളത് തന്നെയാണ്. ഞാൻ എന്ന ബോധവും ഞാൻ എല്ലാമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോന്നും. ചില സാഹചര്യങ്ങൾ നമ്മൾ ഒന്നുമല്ല എന്ന് പറഞ്ഞ് അശുവായിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിനെ എങ്ങനെ നമുക്ക് കടന്നു പോകാം എന്നാണ് ആദ്യത്തെ മധുകൈടവൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഫസ്റ്റ് വരി യാ ശ്രീ സ്വയം സുഹൃതിനാം ഭവനേശ്വലക്ഷ്മി പാപാൽപനാം കൃതതിയാം ഹൃദയേഷു ബുദ്ധി. നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റിലേക്ക് വെച്ചാൽ മതിയോ, ഇപ്പൊ തന്നെ ചോദിക്കണം? അങ്ങനെ മുട്ടുന്ന ചോദ്യമാണോ? ഓക്കെ, ചോദിച്ചോളൂ. So the way we chant this, Ya Shri Swayam Sukritanam Bhavaneshwa Lakshmihi Nanyangla, we used to chant it. കുഴപ്പമില്ല. Is that okay? And the same. അവസാനം വിസർഗം വരുവാണ് ലക്ഷ്മിഹി എന്ന് ചൊല്ലാം. കുഴപ്പമില്ല. Okay, thank you. മലയാളം മനസ്സിലാവോ? Manslavam, but I was born and brought up in Chennai. I'm
nervous to talk in Malayalam in front of all of you. നോ ഒരു പ്രോബ്ലം. കോംപ്ലെക്സ് ആണ് because my Malayalam will be terrible and നിങ്ങൾ it shouldn't hurt your offend you. So അതുകൊണ്ട് ഞാൻ I prefer അങ്ങനെയൊന്നുമില്ല. speaking in English. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ മഹിഷാസുരന്മാരാവുകൊണ്ട് തിക് സ്കിൻഡ് ആണ്, പ്രശ്നമില്ല. അങ്ങനെ കുഴപ്പമില്ല. Thank you. യു ഗോ വിത്ത് വാട്ട് യു കംഫർട്ടബിൾ, അത് പ്രശ്നമില്ല. മനസ്സിലാവുമെങ്കിൽ അത് മതി. അല്ലെങ്കിൽ പിന്നെ ഇത് എന്താ പറയാ, മനസ്സിലാവും പ്രശ്നമില്ല. അന്ധനാനയെ കാണാൻ പോയ പോലെ ഇരിക്കും. അതുകൊണ്ട് അപ്പോ നമ്മള് കൃതതിയാം ഹൃദയേഷു ബുദ്ധി നമ്മളെത്രയും ഇനിയിപ്പോ 22 മിനിറ്റും കൂടിയാണ്. ഇനി സപ്തശ്ലോകി മുഴുവൻ എടുത്ത് തീർക്കാനുണ്ട്. ഇതെല്ലാ ക്ലാസ്സും ഇങ്ങനെ ആയിരിക്കട്ടോ, ഇതിങ്ങനെ സംസാരിച്ച് പോകും. അപ്പൊ കൃതതിയാം ഹൃദയേഷു ബുദ്ധി, എൻ്റെ ഏറ്റവും വലിയൊരു ന്യൂനത അതാണ്, സമയത്ത് ക്ലാസ് തീർക്കില്ല. പക്ഷെ നമ്മൾ ക്ലാസ് അവിടെ നിർത്തും, നമുക്ക് ബാക്കി കണ്ടന്റ് നമ്മൾ അങ്ങോട്ടേക്ക് എടുക്കുക. കാരണം 10 മണിയാവുന്നതാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ദുബായ് ക്ലാസ് എടുക്കുമ്പോൾ രാവിലെ ആയിരുന്നു, അപ്പോൾ 2-2.5 മണിക്കൂറൊക്കെ ക്ലാസ് പോയായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ നിർബന്ധമായിട്ട് 10 മണിക്ക് നിർത്തും, എന്നിട്ട് അടുത്ത കണ്ടന്റ് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുക ചെയ്യാം എന്തായാലും. അപ്പൊ കൃതതിയാം ഹൃദയേഷു ബുദ്ധി. അപ്പൊ നമുക്ക് കുറച്ചൊരു എന്താ പറയാ, നമ്മള് വലിയ എന്താ പറയാ മഹർഷീശ്വരന്മാരെയൊക്കെ നമ്മൾ ഭയങ്കര ഹൈ ലെവലിൽ വെക്കുന്ന, പക്ഷെ നമുക്ക് ഇവിടെ ചെറുങ്ങനെ ഒന്ന് മുഖമൊന്ന് ചുളിയും, അയ്യോ ഹൃദയത്തിലല്ലല്ലോ ബുദ്ധി, ഇവർക്കൊന്ന് തെറ്റിപ്പോയി എന്ന് നമുക്ക് ഇങ്ങനെ തോന്നും. കാരണം ബുദ്ധി തലയിലാണല്ലോ, ബ്രെയിൻ അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും ഹൃദയേഷു ബുദ്ധി, പക്ഷെ അങ്ങനെയല്ല. ഇത് കൃതതിയാം കൃതധി എന്ന് പറയുന്നതിന് അർത്ഥം പറയുന്നത് വിദ്വാൻമാര് എന്നാണ് പറയുന്നത്. ആക്ച്വലി കൃതധി, ധി എന്ന ബുദ്ധി, കൃതം ചെയ്യാനുള്ള ബുദ്ധി എന്നുള്ള പ്രാക്ടിക്കൽ എന്താ പറയാ ബുദ്ധി, അല്ലെങ്കിൽ വിസ്ഡം എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ എടുക്കാം. ഇപ്പൊ കൃതതികളിൽ ഹൃദയത്തിൽ ബുദ്ധിയായിരിക്കുന്നവൾ എന്ത്, ഹൃദയത്തിൽ ബുദ്ധിയായിരിക്കുന്നവൾ എന്താ? ഹൃദയത്തിലെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മള് ഇന്റലക്ച്വൽ എബിലിറ്റി അല്ല പറയുന്നത്, നമ്മളെ ഇൻസ്പയർഡ് ഇന്റലക്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ. ആക്ച്വലി നമ്മൾ ഗായത്രി മന്ത്രത്തിലൊക്കെ പറയുന്നത് ധിയോ യോ ന പ്രചോദയാ, പ്രചോദിതമായ ബുദ്ധിയെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. നമ്മുടെ അനലിറ്റിക്കൽ ബുദ്ധി, ബ്രെയിനിലുള്ള ബുദ്ധി എന്ന് പറയുന്നത് ശരിക്ക് നമ്മുടെ സംസ്കാരത്തില് ബുദ്ധി എന്ന് പറയുന്നത് തലയുടെ ഉള്ളിൽ മാത്രമല്ല, ഓരോ സെല്ലിനും ബുദ്ധിയുണ്ടെന്നാണ് ശരിക്ക് നമ്മുടെ സംസ്കാരത്തിൽ പറയുന്നത്. ഓരോ സെല്ലിനും ബുദ്ധിയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ രോഗങ്ങൾ മാറ്റുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. ഹൃദയത്തിൽ ബുദ്ധിയുണ്ട് എന്നുള്ള കാര്യം, ഇൻസ്പയർഡ് ഇന്റലക്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രചോദിതമായ ബുദ്ധി. നമ്മൾ ഗായത്രി മന്ത്രത്തിൽ പറയുന്ന, ഋഗ്വേദത്തിൽ എത്രയോ സൂക്തങ്ങളുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കാണിക്കുന്ന ഒരു സൂക്തമാണ് ഗായത്രി. അതിൻ്റെ അകത്ത് മന്ത്രം അതിൽ പറയുന്ന ധിയോ യോന പ്രചോദയാത്. അപ്പൊ അതുകൊണ്ടാണ് ആ ബുദ്ധിയെ പ്രചോദിപ്പിക്കണേ എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മന്ത്രമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ പ്രചോദിതമായ ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിസ്ഡം ഉണ്ടാവുള്ളൂ. നമുക്ക് ഓരോ സിറ്റുവേഷനിലും നമുക്ക് ഈ അനലിറ്റിക്കൽ ബുദ്ധിയും ഇതൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുറേ മെമ്മറിയാണ്. നമ്മൾ പഠിച്ചിരിക്കുന്നതൊക്കെ അതുപോലെ സ്റ്റോർ ചെയ്യാനും ആവശ്യമുള്ള സമയത്ത് അത് ആക്സസ് ചെയ്യാനും 2-3 സ്ഥലത്ത് ആക്സസ് ചെയ്ത് ചിലപ്പോൾ കമ്പൈൻ ചെയ്ത് ഒന്നിച്ച് നമുക്ക് എടുക്കാൻ ഒരു ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റുമായിരിക്കും ഇന്റലക്ച്വൽ അനലിറ്റിക്കൽ ബുദ്ധിയുണ്ട്. പക്ഷെ അതിനപ്പുറം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ഒരു ഇൻറ്റ്യൂഷൻ അതിൻ്റെ അകത്ത് വരില്ല. ഇൻറ്റ്യൂഷൻ വരണമെങ്കിൽ നമുക്ക് ഈ പ്രചോദിതമായ ബുദ്ധി വരണം. അതിൻ്റെ സ്ഥാനം ഹൃദയത്തിലാണെന്ന് പറയുന്നത്. അപ്പൊ കൃതതികൾക്ക്, വിസ്ഡമുള്ളവർക്ക്, വിദ്വാൻമാര് എന്ന് പറയുന്ന വിസ്ഡമുള്ളവർക്ക് ഹൃദയത്തിൽ ബുദ്ധിയായിരിക്കുന്നവളെ ശ്രദ്ധാം സദാം എന്ന് പറയുന്നത് സത്തുക്കൾ. സദാം എന്ന് പറയുന്നത് സത്തുക്കൾ എന്ന് പറയുന്നത് പിന്നെ ഈ ഉണ്ട് എന്ന് വിശ്വസിക്കും. ഈ സത്തുക്കൾ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഈ ആസ്തികമാരും നാസ്തികമാരും എന്ന് കേട്ടിട്ടുണ്ടാവും. അത് വേദത്തിന്റെ കോണ്ടെക്സ്റ്റിൽ പറയുന്നതാണ്. വേദപ്രമാണത്തെ അംഗീകരിക്കുന്നവർ ആസ്തികന്മാരും മറ്റവരും നാസ്തികന്മാരും എന്നാണ്. സാമാന്യതയിൽ പറയുന്നത് ഈശ്വരനുണ്ട് ഇല്ല എന്നുള്ള രീതി. പക്ഷെ അത് കറക്റ്റ് അല്ല. ശരിക്കും നാസ്തികന്മാരെന്ന് പറഞ്ഞാൽ വേദപ്രമാണത്തെ അംഗീകരിക്കുന്നവർ ആസ്തികരും വേദപ്രമാണത്തെ അംഗീകരിക്കാത്തവര് നാസ്തികരുമാണ്. അതുകൊണ്ട് തന്നെയാണ് ബൗദ്ധമൊക്കെ നാസ്തികരായി മാറിയത്. അവരൊക്കെ ഈശ്വരനുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അവർ ഈ വേദത്തെ അവർ അംഗീകരിക്കാത്തതുകൊണ്ട് അവർ നാസ്തികരായിട്ടാണ്. എന്തായാലും ഇവിടെ ഈ ദേവി മഹാത്മ്യത്തിന്റെ കോണ്ടെക്സ്റ്റിൽ വേദം വരുന്നില്ല. വേദം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ് ഇവിടെ. അപ്പൊ ഇവിടെ സത്തുക്കൾ എന്ന് പറയുന്നത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ. അത് ആരുണ്ട് എന്ന്, ദേവി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ. വിശ്വാസം എന്ന വാക്ക് തെറ്റാണ്.
ദേവി ഉണ്ട് എന്ന് അറിയുന്നവർ അല്ലെങ്കിൽ മനസ്സിലാക്കിയവർ എന്നാണ്. വിശ്വാസം എന്ന വാക്ക് വേറെ തന്നെ ഒരു ഇതാണ്, വിശേഷമാണ്. ശ്വാസം എന്ന് പറയുന്നതാണ്. അതൊരു അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട്, ബിലീഫ് എന്ന് പറയുന്ന വാക്കുമായിട്ട് യാതൊരു ബന്ധമില്ല അതിന്, എന്തായാലും നമ്മളത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയവർ, അറിഞ്ഞവർ, അതാണ് സത്തുക്കൾ. അവരിൽ ശ്രദ്ധയായി നിൽക്കുന്നവൾ. അപ്പൊ ആരൊക്കെയാണ് ഇവൾ? ആരൊക്കെയാണ്? സുഹൃതികളുടെ വീട്ടിൽ ലക്ഷ്മിയായിരിക്കുന്നവൾ, അതേസമയം പാപം ചെയ്തവർ, പാപി സുഹൃതി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത്, ഇനി മുതൽ നിങ്ങൾ പാപി സുഹൃതി എന്ന് പറയുമ്പോൾ സാധാരണ കോണ്ടെക്സ്റ്റിൽ കാണരുത്, വേറെ അർത്ഥമാണെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മുടെ സംസ്കാരത്തിൽ അങ്ങനെ ഇല്ല. അപ്പൊ പാപികളുടെ വീട്ടിൽ അലക്ഷ്മിയായിരിക്കുന്നവളും, പ്രാക്ടിക്കൽ വിസ്ഡം ഉള്ള വിദ്വാന്മാരുടെ ഹൃദയത്തിൽ ബുദ്ധിയായിരിക്കും, ഇൻസ്പയർഡ് ഇന്റലക്ട് ആയിരിക്കുന്നവളും, സത്തുക്കളുടെ ശ്രദ്ധയായിരിക്കുന്നവളും, കുലജന പ്രഭവസ്യ ലജ്ജ. കുലജന പ്രഭവസ്യ ലജ്ജ എന്ന് പറയുന്നത് കുലത്തിൽ ജനിച്ച്, നല്ല കുലത്തിൽ ജനിച്ചവർക്കുള്ള ലജ്ജ. ഈ നല്ല കുലം എന്ന് പറയുമ്പോൾ നമുക്ക് അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്യാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഈ നല്ല കുലവും മോശക്കുലവുകളൊക്കെ ഉണ്ട്. അപ്പൊ നല്ല തറവാട്ടിൽ ജനിച്ചവർ എന്നാണോ ദേവി ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ദേവി ഭക്തന്മാരുടെ ഒരുപാട് കണക്കുകളെടുത്താൽ അവർക്കൊന്നും തറവാടൊന്നുമില്ല. വലിയ മഹർഷീശ്വരന്മാരുടെ അടുത്ത് അവർക്കൊന്നും പല തറവാടും ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല. അത് കുലം എന്ന് പറയുന്നത് കൂട്ടം. ഇത് മുഴുവനും ദേവിയുടെ കൂട്ടമാണ്. ഈ സൃഷ്ടി മുഴുവനും ദേവിയുടേതാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവർക്ക് ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്നത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലജ്ജ, അതാണ് എന്ത് അതും ദേവിയാണ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ വാസനാ പ്രേരിതമായിട്ട് നമുക്ക് പലപ്പോഴും പലതും നമുക്ക് ചെയ്യാൻ നമുക്ക് തോന്നും. നമുക്ക് ചിലപ്പോൾ അറിയാം അത് അത്ര അങ്ങോട്ട് ശരിയല്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അസൂയ ഉള്ളിലങ്ങോട്ട് തികട്ടിങ്ങോട്ട് വരും നമ്മുടെ ഉള്ളിൽ. അപ്പൊ നമുക്കറിയാം ഇത് അസൂയയാണ്, വെറുതെ നമുക്ക്. പക്ഷെ എന്നാലും നമ്മൾ ഉള്ളിലങ്ങോട്ട് തികട്ടി അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊരു സാധനമൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങിയാൽ നമുക്ക് ഒരു ചെറിയൊരു തോന്നലുള്ളിൽ വരും, അതത്ര ശരിയല്ല, വേണ്ട, നമുക്ക് വേണമെങ്കിൽ ഇപ്രാവശ്യം ഒന്ന് മാറ്റി വെക്കാം, നല്ല രീതിയിൽ തന്നെ അവരോട് ഇപ്രാവശ്യം നമുക്ക് ആ തോന്നൽ, ആ ലജ്ജ, അത് അവളാണ്, അത് ഈ ദേവിയാണ് നമുക്ക്. അതാണ് സാധനയുടെ പ്രത്യേക. സാധന ചെയ്യുന്നതനുസരിച്ച് ആ ലജ്ജ കൂടി വരും നമുക്ക്. ആക്ച്വലി നമുക്ക് ആ തോന്നൽ, ഈ വേണ്ടാത്തത് ചെയ്യാനുള്ള തോന്നൽ കുറഞ്ഞു വരും. വേണ്ട, അത് ചെയ്യണ്ട എന്നുള്ള തോന്നൽ കൂടി വരും. അതാണ് ലജ്ജ. അത് ദേവിയാണ്. അപ്പൊ സാധനയുടെ വലിയൊരു ഇമ്പോർട്ടൻസ് അത് നമുക്ക് കുറച്ചങ്ങോട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഡെസ്റ്റിനി വേഴ്സസ് ഫ്രീ വിൽ. നമുക്ക് എത്രത്തോളം ഡെസ്റ്റിനി നമ്മൾ വാസനാപ്രേരിതമാണല്ലോ. അപ്പൊ നമ്മുടെ ജീവിതം മുഴുവനും മുൻകൂട്ടി തീരുമാനിച്ചതാണോ, അല്ല നമുക്ക് എത്രത്തോളം ഫ്രീ വിൽ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് സന്ദർഭം വരും. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതൊക്കെ. അപ്പൊ എന്തായാലും ഈ ലജ്ജ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രീ വിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ ലൂസ്ലി ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാം. അപ്പോ ദേവി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ തോന്നുന്ന ഒരു ഫ്രീ വില്ലാണ് ഈ ലജ്ജ. ഇനി നമ്മൾ ദേവി സൂക്തം പഠിക്കും, 5-ാം അധ്യായത്തിൽ പഠിക്കുക. നമ്മൾ ദേവി സൂക്തത്തിൽ ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യേ നമോ നമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും. അപ്പൊ ഇത് ഈ പറയുന്ന ഈ ധ്യാന ശ്ലോകം ഒന്ന് വലുതാക്കിയെടുത്താൽ നമ്മൾ 5-ാം അധ്യായത്തിലെ ദേവി സൂക്തമായി. ദേവി സൂക്തത്തിൽ നമ്മൾ പറയും, എന്താ പറയാ, ലജ്ജാരൂപേണ സംസ്ഥിത, ബുദ്ധിരൂപേണ സംസ്ഥിത എന്ന് പറയും. പിന്നെന്താണ്, സ്മൃതിരൂപേണ സംസ്ഥിത എന്നൊക്കെ നമ്മൾ പറയും. തൃഷ്ണാരൂപേണ സംസ്ഥിത നമസ്തസ്യേ നമോ നമഃ എന്ന് പറയും. അപ്പൊ ആ മുഴുവൻ ദേവി സൂക്തവും ഒന്ന് ക്രോഡീകരിച്ച് 4 വരികളിൽ വെച്ചാൽ ഈ ധ്യാന ശ്ലോകമായ ആക്ച്വലി അതാണ് ഈ ധ്യാന ശ്ലോകം. അപ്പൊ അങ്ങനെയുള്ള ദേവി താത്വാം നദ, ഞാൻ നിന്റെ മുന്നിൽ നമസ്കരിക്കുന്നു. അങ്ങനെയുള്ള ദേവി നീ ഈ വിശ്വത്തെ മുഴുവനും പരിപാലിച്ചാലും എന്നാണ് ഇതിന്റെ അർത്ഥം. എത്ര ഗംഭീരമായിട്ടുള്ള ശ്ലോകമാണെന്ന് അത് അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. പറ്റുന്നില്ലെങ്കിൽ കുഴപ്പം മുഴുവനും എന്റെയാണ്. ശ്ലോകം അടിപൊളിയാണ്. അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒന്നുകൂടി, ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒന്നുകൂടി പഠിച്ച് നിങ്ങൾ മനസ്സിലാക്കാം. കാരണം ശ്ലോകം അടിപൊളിയാണ്. ഇതിന്റെ മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പം മുഴുവൻ എന്റെയാണ്. അപ്പോ നമുക്കൊന്ന് ആരെങ്കിലും ഒരാൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഞാൻ തിരിച്ചെത്തി. ഞാൻ അടിപൊളി.
ഇങ്ങനെയുള്ള സ്പിരിറ്റാണ് നമുക്ക് വേണ്ടത്. ചൊല്ലിത്തരണോ? ഇല്ല, കുഴപ്പമില്ല, ചില. യാ ശ്രീ സ്വയം സുഹൃത്തിനാം ഭവനേഷ ലക്ഷ്മി പാപാത്മനാം കൃതത്യാം ഹൃദയേഷു ബുദ്ധി ശ്രദ്ധാ സതാം കുലജന പ്രഭവസ്യ ലജ്ജ താം ത്വാം നതാസ്മ പരിപാലയ ദേവി വിശ്വം. ഒന്നുകൂടി ചൊല്ലുന്നു. യാ ശ്രീ സ്വയം സുഹൃത്തിനാം ഭവനേഷ ലക്ഷ്മി പാപാത്മനാം കൃതത്യാം ഹൃദയേഷു ബുദ്ധി ശ്രദ്ധാ സതാം കുലജന പ്രഭവസ്യ ലജ്ജ താം ത്വാം നതാസ്മ പരിപാലയ ദേവി വിശ്വം. ഇത് മുഴുവൻ ശ്രദ്ധാം സദാം എന്നല്ലേ? ഞാൻ നോക്കട്ടെ. ശ്രദ്ധാ സദാം. ഞാനത് ചോദിക്കാനിരിക്കുന്നു. ശ്രദ്ധ എന്നാണ് എന്റെ ശ്രദ്ധ. ബുക്കിൽ. ശ്രദ്ധാ സതാം നാം. ഓക്കെ. Can I chant it? താങ്ക് യു. Can I? ഞാൻ chant ചെയ്യട്ടെ. Sure. या श्री स्वयं सुकृतिनां भवनेष्वलक्ष्मीः पापात्मनां कृतधियां हृदयेषु बुद्धिः श्रद्धा सतां कुलजनप्रभवस्य लज्जा तां त्वां नतास्म परिपालय देवि विश्वम्. അടിപൊളിയായിട്ട് കുറച്ചൊരു സംഗീതം കയറി വരുന്നുണ്ട്. വളരെ നല്ലതാണ് സംഗീതം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ഓർക്കുക. ഇത് ഗീതമായിട്ട് അധികം ചൊല്ലാൻ പാടില്ല എന്നുണ്ട്, നീട്ടാനും കുറയ്ക്കാനും പാടില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. പക്ഷെ നിങ്ങളൊരു സ്റ്റേജിൽ എത്തുകയാണ്, അവിടെ ഒരു ശ്ലോകം ചൊല്ലും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇങ്ങനെ ചൊല്ലാം. അതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പാരായണം ചെയ്യുമ്പോഴോ ഹോമം ചെയ്യുമ്പോഴോ നമ്മൾ ഒന്നാമത് ഇങ്ങനെ സംഗീതം പോലെ ചൊല്ലാൻ സമയം ഉണ്ടാവില്ല. ഹോമത്തിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. ഇതിനൊന്നും നേരം ഉണ്ടാവില്ല. കാരണം ടപ്പേ ബുള്ളറ്റ് ട്രെയിൻ പോകുന്നവരെയാണ് പോവുക അവിടെ. അതൊന്ന്. അല്ലെങ്കിലും പാരായണം ചെയ്യുമ്പോൾ നമ്മൾ സംഗീതം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ കേൾക്കാൻ വളരെ നല്ല രസമുണ്ട്, ഇമ്പമുണ്ട്. ഈ ട്യൂൺ, നിങ്ങളുടെ ട്യൂണ് കിട്ടാൻ കുറച്ചൊന്ന് പഠിക്കണം. എന്റെ ട്യൂൺ നോക്കണ്ട. ഞാൻ ട്യൂൺ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എന്റെ ന്യൂനതയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. whatever the way you chant alle, that will take time. Because we've been in classes for Devi Mahatmyam and this is how we learned it. But as we go along, I'm sure I'll pick it up. Sure. ഒരു കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ അത് അങ്ങനെ ധ്യാന ശ്ലോകമായി. നമുക്ക് ഇനി അടുത്തത് സപ്തശ്ലോകി എന്ന് പറയുന്നതാണ്. ദേവി മഹാത്മ്യം നമ്മളെ 13 അധ്യായങ്ങളാണ്. പൂർവാംഗമുണ്ട്, ഉത്തരാംഗമുണ്ട്. ഇത് ചൊല്ലാൻ എങ്ങനെ വന്നാലും സ്പീഡിൽ നമുക്കതിൽ ചൊല്ലി ശീലമായാലും നമുക്കൊരു 2.5-3 മണിക്കൂർ നമുക്കിതെടുക്കും. ഇനിയും സമ്പൂർണ്ണ ഒരു ദിവസം ഇരുന്ന് ചൊല്ലാം. അത് പറ്റാത്തവർക്ക് 9 ദിവസമായി ചൊല്ലാം. അതിൻ്റെ ക്രമമൊക്കെ തരും. 7 ദിവസമായി ചൊല്ലാം, 3 ദിവസമായി ചൊല്ലാം, 3 ദിവസമായി ചൊല്ലാം, 7 ദിവസമായി ചൊല്ലാം, 9 ദിവസമായി ചൊല്ലാം. ഇതൊന്നും പറ്റാത്തവർക്ക് ദേവി സൂക്തം 5-ാം അധ്യായത്തിൽ ദേവി സൂക്തം നാരായണ സൂക്തമായിട്ട് ചൊല്ലാം. മധ്യമചരിതം മാത്രമായിട്ട് ചൊല്ലാം. അവസാനത്തെ ചരിതം മാത്രമായിട്ടും ചൊല്ലാം. ഇങ്ങനെയൊക്കെ അതിന് കണക്കുണ്ട്. നമ്മുടെ സമ്പ്രദായത്തിൽ ഈ 1 ദിവസം, 3 ദിവസം, 7 ദിവസം, 9 ദിവസം അങ്ങനെയാണ്. ഇനി ഇതിനൊന്നും സമയമില്ലാത്തവർക്ക് എന്നാണ് അതപ്പോൾ ഓർക്കണം. കാരണം ഇത് ആദ്യം കയറി ഇത് ചൊല്ലാൻ നിൽക്കരുത്. നമുക്കൊരു 3-4 മണിക്കൂറുണ്ട്, എന്നാൽ അതിൻ്റെ അകത്ത് 3.5 മണിക്കൂർ സിനിമ കാണാം, എന്നിട്ട് അരമണിക്കൂർ ഇതാക്കാം എന്ന് വിചാരിക്കാം. നിർവാഹമില്ല. വിചാരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തും നമുക്ക് ചെയ്യാം. കർമ്മം ചെയ്യാനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ട്. അതിന് എല്ലാ കർമ്മത്തിനും ഒരു കോൺസിക്വൻസ് ഉണ്ട്. ഒരു ആക്ഷന് ഒരു റിയാക്ഷൻ ഉണ്ടാകുന്ന കാര്യം ബോധം വേണം. ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് സിനിമ കാണുന്നത് തെറ്റൊന്നുമല്ല. കാണാം, ആർക്കും വേണം കാണാം. അപ്പോൾ അത് സമയമില്ലാത്തവർക്ക് ചൊല്ലാനുള്ളതാണ് സപ്തശ്ലോകി. 7 ശ്ലോകങ്ങളാണ് ഇതും ചൊല്ലാൻ സമയമില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല ഇത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതെങ്കിലും ചൊല്ലാൻ നമുക്ക് സമയം നമ്മൾ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങളുണ്ട്. നമുക്ക് തീർച്ചയായും ചൊല്ലാനൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇത് ചൊല്ലാൻ അധികം സമയം എടുക്കില്ല ആക്ച്വലി. അപ്പോൾ സപ്തശ്ലോകി, നമുക്ക് സപ്തശ്ലോകിയിലേക്ക് വേഗം ഒന്ന് കടക്കാം. എത്ര സമയമുണ്ട്? 8 മിനിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അത സപ്തശ്ലോകി ദുർഗാ ശിവ ഉവാച ദേവി ത്വം ഭക്തസുലഭേ സർവകാര്യവിധായിനി കലൗഹി കാര്യസിദ്ധ്യർത്ഥമുപായം ബ്രൂഹി യത്നതഃ. ആരാണെന്ന് അൺമ്യൂട്ട് ചെയ്ത് ചൊല്ലുക?
ഇതിപ്പോ പേടിയാണ്, എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാരാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പൊ. ഞാൻ പറയട്ടെ. ആരാണ് മനസ്സിലായില്ല. ജയശ്രീ. ജയശ്രീ. अथ सप्तश्लोक दुर्गा शिव उवाच देवि त्वं भक्तसुरभे सर्वकार्यविदायिनी कलौ हि कार्यसिद्ध्यर्थम् उपायं ब्रूहि यत्नतः. അപ്പൊ ഇവിടെ ശിവൻ നമ്മുടെ എല്ലാ ഇതും ഒന്നുകിൽ ശിവൻ ദേവിയോട് ചോദിക്കുന്നതോ അല്ലെങ്കിൽ ദേവി ശിവനോട് ചോദിക്കുന്നതുമാണ്. ഇവര് തമ്മിലുള്ള അഭ്യന്തര പ്രശ്നങ്ങളാണ് മുഴുവൻ കാര്യങ്ങൾ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതാണ് മുഴുവൻ കാര്യങ്ങളും എല്ലാം. അപ്പൊ ഇവിടെ ഒന്നുകിൽ ദേവി വെറുതെ ഇരിക്കുമ്പം ശിവനെ കയറിയിട്ട് ഒന്ന് ചോദിക്കും, അപ്പൊ ശിവൻ അതിന് ഉത്തരം പറയും. അല്ലെങ്കിൽ ശിവൻ വെറുതെ ഇരിക്കുമ്പോൾ ദേവിയോടൊരു ചോദ്യം ചോദിക്കും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതുകൊണ്ട് ഗുണമാണ്, നമുക്കിങ്ങനെ കുറെ കാര്യങ്ങൾ കിട്ടി. ഇവർ വെറുതെ ഇരുന്നെങ്കിൽ വെറുതെ നമ്മൾ പണിയായിപ്പാണ്. അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതുകൊണ്ട് അപ്പൊ അങ്ങനെ ശിവൻ ചോദിക്കുകയാണ് ദേവിയോട്, ദേവി ആദ്യം ഒന്ന് പുകഴ്ത്താണ്, ഭക്തസുലഭേ സർവകാര്യ വിധായിനി, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നവളെ, കലൗഹി പറയൂ, കാര്യസിദ്ധ്യർത്ഥം ഉപായം ബ്രൂഹി യത്നതഃ, എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ദേവി സ്പോട്ട് ഉത്തരം പറയാണ്. ദേവി വാച ശൃണുദേവ പ്രവക്ഷ്യാമി കലൗ സർവേഷ്ട സാധനം മയാ തവൈവ സ്നേഹേന അപ്യംബാസ്തുതി പ്രകാശ്യതേ. ആരാണ് ചൊല്ലുക? ഒരാൾക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വരാൻ പറ്റുമോ? ഒന്നുകൂടി വേണേൽ ഞാൻ ചൊല്ലിത്തരാം. അൺമ്യൂട്ട് ഹാൻഡ് റേസ് ചെയ്താൽ ഞാൻ ചൊല്ലിത്തരാം. ഞാൻ ചൊല്ലട്ടെ. സരസ സദാശിവം ചൊല്ലിത്തരണോ? കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നതല്ലേ? ഉണ്ടായിരുന്നു, അത്ര പേ അറ്റൻഷൻ ചെയ്തില്ല, അതുകൊണ്ടാ പിന്നെയും വന്നത്. ശരി, നിങ്ങളെയാണ് ക്ലാസ്സിൽ കയറ്റണമെന്ന് പറഞ്ഞ വസന്ത ചേച്ചി ചറവറ എനിക്ക് മെസ്സേജ് സംതിങ് റോങ്. എനിക്ക് ഞാൻ നമ്പർ ഇടുമ്പം വാല്യൂമിൽ നമ്പർ ഇല്ലെന്നും പറഞ്ഞ് പിന്നെയും അങ്ങ് കയറിയല്ല. ഞാൻ പറഞ്ഞു വസന്ത ചേച്ചിയോട്, ചേച്ചി കയറിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വസന്തയുണ്ട് ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ, ഞാൻ ചെല്ലാം. ദേവി ഉവാച ശൃണുദേവ പ്രവക്ഷ്യാമി കലൗ സർവേഷ്ട സാധനം മയാ തവൈവ സ്നേഹേന അപ്യംബാസ്തുതി പ്രകാശതേ. അപ്പൊ ദേവി പറയാണ്, കേൾക്കൂ ദേവ, ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു സാധനയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് പ്രകാശിപ്പിച്ചു തരാം, ഒരു സ്തുതിയാണത്. ആ സ്തുതി ഞാനിപ്പോൾ പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് എല്ലാ മന്ത്രങ്ങൾ ആദ്യമായി ചൊല്ലുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു ഋഷി, ഛന്ദസ്, ദേവത എന്ന് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അതിനൊരു മുദ്രകളുണ്ട്. നമുക്ക് ശ്രീനാഥ്ജി ദീക്ഷ തന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അത് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഇപ്പൊ നമുക്ക് വെറുതെ ചൊല്ലി പോയാൽ മാത്രം മതി. അടുത്തത്, ഓം അസ്യ ശ്രീ ദുർഗാ സപ്തശ്ലോകി സ്തോത്രമന്ത്രസ്യ നാരായണ ഋഷിഃ അനുഷ്ടുപ് ഛന്ദഃ ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യോ ദേവതാഃ ശ്രീ ദുർഗാ പ്രീത്യർത്ഥം സപ്തശ്ലോകി ദുർഗാ പാഠേ വിനിയോഗഃ. ഒരാളൊന്ന് വരൂ. ധന്യ. ഓം അസ്യ ശ്രീ ദുർഗാ സപ്തശ്ലോകി സ്തോത്രമന്ത്രസ്യ നാരായണ ഋഷിഃ അനുഷ്ടുപ് ഛന്ദഃ ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യാ ദേവതാഃ ശ്രീ ദുർഗാ പ്രീത്യർത്ഥം സപ്തശ്ലോകി ദുർഗാ പാഠേ വിനിയോഗഃ. മഹാസരസ്വത്യോ ദേവതാഃ ശ്രീ ദുർഗാ പ്രീത്യർത്ഥം സപ്തശ്ലോകി ദുർഗാ പാഠേ വിനിയോഗഃ. ദുർഗാ പാഠേ, ഈ ദുർഗ എന്ന് പറയുന്ന വാക്കൊക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. എന്താണ് ദുർഗ? ദുർഗ എങ്ങനെയാണ് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധം വരുന്നത്? ദുർഗ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണെന്നൊക്കെ നമുക്ക്. ചണ്ഡി, എന്താണ് ചണ്ഡി, ആരാണ് ചണ്ഡിക എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന അതെല്ലാം കൂടി ഇന്ന് പറഞ്ഞാൽ പിന്നെ നാളെ പറയാനൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പൊ നമുക്കത് പിന്നെ അതിന്റെ അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് സന്ദർഭോചിതമായിട്ട് പറയുന്നതായിരിക്കും രസം, അങ്ങനെ പറയാം. അപ്പൊ നമുക്കൊന്ന് വേഗം അടുത്ത ശ്ലോകം ഒന്ന് ചൊല്ലിയിട്ട് 3 മിനിറ്റും കൂടിയുള്ളൂ ചൊല്ലാം. അർത്ഥം നാളെ പറയാം. ഓം ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹി സാം ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ഞാൻ ചൊല്ലട്ടെ. ആരാണ് മനസ്സിലായില്ല? ആശ. ഓം ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ഭഗവതി ഹിസ,
ഭഗവതീഹ സ. ആ, ഇത് ഒന്നാം അധ്യായത്തില് ബ്രഹ്മാവിന്റെ സ്തുതിക്ക് മുന്നേ ഉള്ളതാണ് ആക്ച്വലി. സുരധന സമാധി എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതില്. അവര് അവരടുത്ത് സുമേധസ് എന്ന് പറയുന്ന മഹർഷി, ഒരു ഹയർ കോൺഷ്യസ്നെസ് അവരടുത്ത് പറയുന്നതാണ് ഈ മായയെക്കുറിച്ചും മഹാമായയെക്കുറിച്ചും മായയെക്കുറിച്ചും മായയുടെ പിടുത്തത്തെക്കുറിച്ചും അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇത്. വളരെയധികം പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഉള്ള ഒരു ഇതും കൂടിയാണ്. നമുക്ക് ആരെങ്കിലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ, അതായത് നമ്മൾ കുട്ടികളൊന്നും നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി എന്നുള്ളത്. അതിന് കണക്കൊക്കെ ഉണ്ട്, എത്ര പ്രാവശ്യം ചൊല്ലണം എന്നുള്ളത്. ഞാൻ ശ്രീനാഥിയോട് ചോദിച്ചു നോക്കട്ടെ, അത് പറയാൻ അധികാരമുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ പറയാം. അതിന് കണക്കുണ്ട്, എത്ര തവണ ചൊല്ലണം എന്നുള്ളത്. നമ്മളൊരു കേസിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചൊല്ലിയിട്ട് പോകാം ആക്ച്വലി. അപ്പൊ അപ്പുറത്തിരിക്കുന്ന എന്താ പറയുക, എതിർഭാഗം ഇത് ചൊല്ലിയാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അപ്പൊ പിന്നെ ദേവിയുടെ ഇഷ്ടം പോലെ നടക്കും, അല്ലെങ്കിൽ നമ്മൾ ചൊല്ലിയാൽ നമ്മളെ ഭാഗം നടക്കും, അങ്ങനെ. അപ്പൊ ഇത് ഒരുപാട് ഈ ദേവി മഹാത്മ്യത്തിൽ ഒരുപാട് ശ്ലോകങ്ങൾ അങ്ങനെ നമുക്ക് ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ശ്ലോകങ്ങളും കൂടിയാണ് ആക്ച്വലി. അതിലും തെറ്റൊന്നുമില്ല. നമ്മുടെ ആവശ്യങ്ങളൊക്കെ കടന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകും. ധർമ്മവും അർത്ഥവും കാമവും കഴിഞ്ഞിട്ടേ മോക്ഷത്തിന് സ്ഥാനമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ആദ്യം കടന്നു പോകണം. അല്ലെങ്കിൽ എന്താ പറയാ, നേരിട്ട് മോക്ഷത്തിലേക്ക് നമ്മളൊക്കെ വെറുതെ വീമ്പളൊക്കെ മോക്ഷം വേണം മോക്ഷം വേണം, പക്ഷെ നമുക്ക് ഉള്ളിൽ കാറ് വേണം, വീട് വേണം, അങ്ങനെയൊക്കെയല്ലേ, ഫാമിലി വേണം, കുട്ടികൾ വേണം എന്നൊക്കെയല്ലേ. അപ്പൊ ആദ്യം ആ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നിട്ട് ബാക്കി നടക്കും. അപ്പൊ അതിനൊക്കെ കൂടിയുള്ള ഒരു ഉപായം കൂടിയാണ് ദേവീ മഹാത്മ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇന്ന് ഇതും കൂടി തീർക്കണം എന്ന് വിചാരിച്ചതാണ്. നാളെ സിദ്ധകുഞ്ചിക എന്ന് പറയുന്ന ഒരു അടിപൊളി ശ്ലോകമുണ്ട്, അതും കൂടി എടുക്കണം എന്ന് വിചാരിച്ച ശേഷം കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല, അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ ക്ലാസ് ഇവിടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സംസാരിക്കാം, എന്നിട്ടില്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും പറയാനുണ്ടോ? ദേവദാസ്ജി അയക്കാൻ പറ്റുമോ? ഓ നിങ്ങളുടെ എൻറ്റയർ ചാൻറ്റ് ഈ സപ്തശ്ലോകിക്ക് ആ ചാൻറ്റ് അയക്കാൻ പറ്റുമോ റെക്കോർഡഡ്? ആ ഞാൻ നോക്കാം. And we can practice it beforehand. അങ്ങനെ അസൈൻമെന്റ് ഒന്നും തരുന്നില്ല, അങ്ങനെ പ്രീ വർക്ക് ഒന്നുമില്ല. നമ്മളിത് പഠിപ്പിച്ചതിന് ചൊല്ലിയതിന് ശേഷം ചൊല്ലിയാൽ മതി. പക്ഷെ കുഴപ്പമില്ല, അത് നോക്കട്ടെ, അങ്ങനെ റെക്കോർഡ് ചെയ്തിടാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ദേവദാസ്ജി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ ആ. എൻ്റെ ബുക്കില് ഈ സപ്തശ്ലോകി ജപം എന്ന് പറഞ്ഞിട്ട് ഈ ജ്ഞാനിനാമപി ചേതാംസി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ ഇവിടെ ഈ PDF അയച്ചതിനകത്ത് മറ്റേ ശിവ ഉവാച ദേവി ഉവാച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് ഈ ബുക്കിൽ വേറെ എവിടെയെങ്കിലും കാണുമോ നോക്കാൻ? അത് സാമ്പ്രദായിക വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേറെ ബുക്ക് റെഫർ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആ ബുക്കിലില്ലാത്ത പലതും നമ്മുടെ ബുക്കിലുണ്ടാവും, ആ ബുക്കിലുള്ള പലതും നമ്മുടെ ബുക്കിൽ ഉണ്ടാവില്ല. അങ്ങനെ വ്യത്യാസങ്ങൾ കാണും, അത് കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു ടെക്സ്റ്റാണ് നമ്മുടെ സമ്പ്രദായത്തിൽ നമ്മൾ ഫോളോ ചെയ്യാം. നമ്മൾ മന്ത്രങ്ങൾക്ക് മുമ്പേ ഋഷി ഛന്ദസ് തൊടുന്ന ഒരു സ്വഭാവമുണ്ട്. അതിനു മുമ്പേ ഒരു ശിവശക്തി സംവാദവും കൂടി നമ്മൾ വെക്കും ചില സ്ഥലങ്ങളിൽ. അതാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിൽ കുഴപ്പമില്ല. നിങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. ഇതിൻ്റെ ഒരു PDF, നമ്മളൊരു ഫൈനലൈസ്ഡ് PDF നമ്മളെല്ലാം കൂടി ചേർത്തിട്ട് തരും. ശ്രീനാഥ്ജി പറഞ്ഞ പോലെ ഒരു കറക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള പലരും ആ കറക്ഷൻ പ്രോസസ്സിലുണ്ട്. അപ്പം അത് ഏകദേശം കഴിഞ്ഞു. കുറച്ച് ഭാഗം കൂടി, അതിൻ്റെ ഒരു ടെക്നിക്കൽ ഭാഗം കൂടി ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു ഫുൾ PDF കൃഷ്ണപ്രസാദ് ഇട്ട് തരുന്നതായിരിക്കും. അപ്പം അത്ര വരെ ഇപ്പം നമ്മൾ ഈ ചെറുതായിട്ട് തരുന്ന PDF നോട്ട്സ് റെഫർ ചെയ്യാം. നിങ്ങൾക്ക് ബുക്ക് റെഫർ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ബുക്കിലില്ലാത്തതില്ലാത്തതുണ്ടാകുമ്പോൾ നിങ്ങൾ ഇത് നോക്കുന്നതായിരിക്കും നല്ലത്. ഈ സാമ്പ്രദായ വ്യത്യാസം കുറെ കാണും നിങ്ങൾ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ KP നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ?
നമ്മൾ ഈ പ്രാക്ടീസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രാക്ടീസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് ദേവിദാസ് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ എല്ലാവരോടും റിക്വസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ഗ്രൂപ്പിൽ കയറുക. എന്നിട്ട് ഈ ഇന്നിപ്പോൾ പഠിപ്പിച്ചിട്ടുള്ള ഈ ശ്ലോകം എല്ലാവരും ഒന്ന് ചെല്ലിയിടുകയാണെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ, അപ്പോൾ അവർ ചെല്ലുന്നതിലൊക്കെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ഗ്രൂപ്പിൽ കയറുക. അപ്പം ഞങ്ങളിത് കഴിഞ്ഞ ബാച്ചിലും നമുക്ക് പ്രാക്ടീസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പേരുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് മിസ് ചെയ്യരുത്, മടിക്കണ്ട. അപ്പോൾ ഒരു ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞാലും അയ്യോ ആ ക്ലാസ്സിൻ്റെ ഓഡിയോ റെക്കോർഡിങ്സ് കിട്ടുമല്ലോ, അതൊന്ന് കേട്ടിട്ട് ചെല്ലിയിട്ടിടൂ. ഈ ഗ്രൂപ്പിൽ ഇത് റെക്കോർഡിങ്സ് ഉണ്ട്. അപ്പോൾ അത് റെക്കോർഡിങ് കേൾക്കുന്ന ആൾക്കാരും ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഇനി മുതൽ തുടങ്ങുമ്പോൾ നമ്മൾ ഗുരുവന്ദനം ചെയ്യും, ധ്യാന ശ്ലോകം ചൊല്ലും, സപ്തശ്ലോകി ചൊല്ലും. അതിനുശേഷം ക്ലാസ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സിദ്ധകുഞ്ചിക എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്, അതും കൂടി പഠിക്കും, അതും കൂടി ചൊല്ലും. നമ്മൾ അങ്ങനെയാണ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ സിദ്ധകുഞ്ചിക പഠിക്കാത്തതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഗുരുബ്രഹ്മ ചൊല്ലിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓക്കെ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ കാണാം. നമസ്തേ. Thank you, Ji. നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. Good night.